ഇവിടെ ഭഗവത്ഗീതയിൽ അർജുനൻ എടുത്ത് ആദ്യം തന്നെ ഉദ്ധരിക്കുന്ന ഋഷി എന്താണ്? ദേവർഷി നാരദ, ദേവർഷിയായിട്ടുള്ള നാരദനും അതുപോലെ അസിതനും ദേവലഹ, ദേവലനും വ്യാസഹ, വ്യാസനും ആഹുഹു പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവരൊക്കെ ഗംഭീരന്മാരാണെന്ന് പറയാം ഋഷി പരമ്പരയിൽ. സ്വയം ഏവ മേ ബ്രവീഷിച്ച, സ്വയമേവ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ, മേ എന്നോട് ബ്രവീഷിച്ച അങ്ങ് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അർജുനന്റെ സംശയം എന്താ പറയാ, തീരുന്നില്ല, തുടരുന്നു സംശയം. പറയൂ. സർവമേതദൃതം മന്യേ യന്മാം വദതി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാഃ. സർവം ഏതത് ഋതം മന്യേ യത് മാം വദസി ഹേ കേശവ നഹി തേ ഹേ ഭഗവൻ വ്യക്തിം വിദുർ ദേവാഹ ന ദാനവാഹ. ഹേ കേശവ, അല്ലയോ ഭഗവാനെ, മാം യത് വദസി, മാം എന്നോട്, യത് വദസി ത്വം യത് വദസി അങ്ങ് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഏതത് സർവം ഋതം അതെല്ലാം സത്യമാണ്, എനിക്കതിൽ സംശയമൊന്നുമില്ല എന്ന് പറയാം. അതെല്ലാം സത്യമാണ്, ഞാനതിൽ സംശയിക്കുന്നില്ല. ഋതം മന്യേ, മന്യേ എന്ന് പറഞ്ഞാൽ അഹം മന്യേ, ഞാൻ വിചാരിക്കുന്നു. ഹേ ഭഗവന്, അല്ലയോ ഭഗവാനെ, തേ വ്യക്തി, അങ്ങയുടെ വ്യക്തിഭാവത്തെ ദേവാഹ ന വിദുഹു, ദേവന്മാർ അറിയുന്നില്ല. ഇത് ഭഗവാൻ നേരത്തെ പറഞ്ഞതാ. ദേവാഹ ന വിദുഹു അറിയുന്നില്ല. ദാനവാഹ നഹി, ദാനവന്മാരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അസുരന്മാരും അറിയുന്നില്ല. അസുരന്മാരും അങ്ങയെ അറിയുന്നില്ല, ദേവന്മാരും അങ്ങയെ അറിയുന്നില്ല. തുടരുന്നു അർജുനൻ ചോദ്യം തുടരുകയാണ് ഭഗവാനോട്. സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. ഹേ പുരുഷോത്തമ, അല്ലയോ ഭഗവാനെ, അതായത് അർജുനൻ ഇവിടെ, അതായത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, അതായത് ആചാര്യസ്വാമികള് പറയുന്നുണ്ടല്ലോ, എന്താണ്, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഗീത പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെയൊക്കെ നിമിത്തമാക്കിക്കൊണ്ടാ. നമുക്ക് ഈ തൊട്ട് മുൻപ് ഭഗവാൻ എന്താണോ പറഞ്ഞത്, ഒറ്റയടിക്ക് ഭഗവാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ, ദേവന്മാർക്കും അസുരന്മാർക്കും ഇവർക്കൊന്നും എന്നെ അറിയാൻ പറ്റുന്നതല്ല, അവർക്ക് മുൻപേ ഞാൻ ഉള്ളവനാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ കേട്ട മാത്രയിൽ നമുക്ക് ചിലപ്പം സ്വല്പം ഒരു നിരാശ തോന്നിയേക്കാം. അയ്യോ, അപ്പൊ നമ്മുടെ കാര്യം ഇപ്പൊ ഇവർക്ക് പോലും സാധിക്കില്ല എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം നോക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നിരാശയൊക്കെ അതിൽ നിന്നൊക്കെയാണ് അർജുനൻ ഇതൊക്കെ അങ്ങ് പറഞ്ഞത് ശരിയാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അർജുനന്റെ ചോദ്യങ്ങള് ഭഗവാൻ ഇനി വിഭൂതിയെ പറയാൻ പോവുക. അപ്പൊ അതിലേക്ക് നമ്മളെയും കൂടെ തയ്യാറാക്കുക. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ വിസ്തരിച്ച് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഹേ പുരുഷോത്തമ, അല്ലയോ ഭഗവാനെ, ഭൂതഭാവന, ഹേ ഭൂതഭാവന, ഇതൊക്കെ സംബോധനയാണ്. ഇതൊക്കെ നമ്മളും ഭഗവാനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറയാം. അല്ലയോ പുരുഷോത്തമ, ഹേ ഭൂതഭാവന, ഭൂതങ്ങളുടെ മൂല കാരണമായി വർത്തിക്കുന്നവനെ. എന്തുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ ഇങ്ങനെ സംബോധന ചെയ്തത്? ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തതാ ഞാൻ ആരാണ് എന്ന്, അല്ലേ? അപ്പൊ നമ്മൾ ആരാണ്, നമ്മളെ നന്നായി അറിയുന്നവര് നമ്മളെ ആ പ്രവൃത്തിക്ക് അനുസരിച്ച് ഒരു പേര് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അല്ലേ? ഈ ചില ക്ലബുകളിലൊക്കെ മെമ്പറായിട്ടുള്ളവർക്ക് അവർക്ക് ഒരു കൂട്ടത്തിലൊരു ഇതും കൂടെ വെച്ച് ഒരു ഇൻവിറ്റേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. ലേൺ എന്നൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലേ? അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. അപ്പോ അദ്ദേഹം ലേണാണ്, പക്ഷെ വീട്ടില് അദ്ദേഹം അതേ വംശത്തിൽ തന്നെ വളരെ പിറകിലേക്ക് വന്ന ഒരാളാണ്. ആരുടെ മുൻപിൽ നിന്നും സ്വാമി പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല.
പിന്നെ നിങ്ങൾ അതിനെ അങ്ങനെ ചേർത്ത് വായിക്കാനൊന്നും പാടില്ല. അപ്പൊ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ആരാണ്, എന്താണ് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അർജുനന്റെ ആ സംബോധന തന്നെ നോക്കൂ. ആരാണ് അങ്ങ്? ഭൂതഭാവന, ഭൂതങ്ങളുടെ മുഴുവൻ മൂലകാരണമായിട്ടുള്ള അല്ലയോ ജഗദീശ്വര, ഭൂതേശ, ഭൂതങ്ങളുടെ നായക, ഭൂതങ്ങൾക്ക് മുഴുവൻ ഈശനായിട്ടുള്ളവൻ, ഹേ ദേവദേവ, ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ. ഭഗവാനെ സ്തുതിക്കുകയാണ്. ഹേ ജഗത്പതേ, ജഗത്തിന്റെ മുഴുവൻ പതിയായിട്ടുള്ളവനെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞു. എന്താണ്? ഞാനാണ് മാതാവ്, ഞാനാണ് പിതാവ്, ഞാനാണ് പിതാമഹൻ എന്നൊക്കെ പറഞ്ഞു. ത്വം സ്വയമേവ ആത്മാനം ആത്മനാ വേത്ത, അങ്ങ് സ്വയമേവ തന്നെ തന്നെ ആത്മാനം ആത്മാവിനെ തന്നെ ആത്മന ആത്മാവ് കൊണ്ട് താൻ തന്നെ അറിയുന്നവനാണ് വേത്ത. നിന്നെ അങ്ങയെ അറിയാൻ അങ്ങേക്ക് മറ്റുള്ളവരുടെ ഒന്നും ആവശ്യമില്ല. അങ്ങയെ അറിയുന്നു. എന്താണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്? ഇതാ, എനിക്ക് 2 ശ്ലോകങ്ങളിലൂടെ ഞാൻ എന്റെ ചോദ്യത്തെ ഒന്നുകൂടെ, 2 ശ്ലോകങ്ങളിലൂടെ നോക്കാം. ഓരോന്നോരോന്ന് നോക്കാം. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. വക്തും അർഹസി അശേഷേണ ദിവ്യാഹി ആത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർ ലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. യാഭി എന്ന് പറഞ്ഞാൽ ഏതെല്ലാം, ഏതൊക്കെയാണോ വിഭൂതിഭിഹി, വിഭൂതികൾ കൊണ്ട്, വിഭൂതി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം. അപ്പം നമ്മളിപ്പോ വിഭൂതി എന്ന് പറയുമ്പോൾ ഭസ്മം വിഭൂതിയാണ്. എന്തുകൊണ്ടാ ഭസ്മത്തെ വിഭൂതി എന്ന് പറയുന്നത്? ഭസ്മം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ക്ഷാരം. കാരണം അതെല്ലാം കൂടെ അത് പരിശുദ്ധമാക്കി അവശേഷിക്കുന്നത്, അതാണ് വിഭൂതി. പിന്നെ വിഭൂതിയിൽ മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഒരു കലർപ്പുമില്ലാതെ അഗ്നിയാൽ പരിശുദ്ധമാക്കപ്പെട്ടത്. അങ്ങയുടെ ഈ വിഭൂതികൾ കൊണ്ട്, വിഭൂതിഭിഹി ഇമാൻ ലോകാൻ വ്യാപ്യ, ഇമാൻ ഈ ലോകങ്ങളെ വ്യാപിച്ചിട്ട് തിഷ്ഠസി അങ്ങ് നിലനിൽക്കുന്നു. ഈ വിഭൂതികളാൽ വ്യാപൃതനായിക്കൊണ്ട് ഈ വിശ്വത്തിൽ അങ്ങ് നിലനിൽക്കുന്നു. ദിവ്യാഹ ആത്മവിഭൂതയ, ദിവ്യങ്ങളായിട്ടുള്ള അങ്ങയുടെ ആത്മവിഭൂതികളെ അശേഷേണ വക്തും ത്വം അർഹസി ഹി. അശേഷേണ, ഒരൽപ്പം പോലും ഒഴിവാക്കാതെ മാറ്റി നിർത്താതെ വക്തും പറയുവാൻ ത്വം അങ്ങ് അർഹസി അർഹനാണ്. അപ്പൊ എനിക്ക് അങ്ങയുടെ എല്ലാ വിഭൂതികളും അറിയണം. എന്തൊക്കെയാണോ ആത്മവിഭൂതിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വിശ്വമായി നിറഞ്ഞു നിൽക്കുന്നത്, ഇതെല്ലാം ഞാൻ അങ്ങയിൽ നിന്നറിയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അർജുനൻ പറയുന്നു. ഇതൊക്കെ അർജുനന്റെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത് എന്താണ് ഈശ്വരൻ, എങ്ങനെയാണ് ഈശ്വരനെ അറിയേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ 10ാം അധ്യായമാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കുട്ടികൾ ചോദിക്കും ചിലപ്പോൾ, ആരാണ് ഈശ്വരൻ, എന്താണ് ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കണം ഉത്തരം. നേരെ വിളിച്ചു കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ മാത്രം, അല്ലെങ്കിൽ കോണിച്ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ഇതാണ് കാണുന്നതാണ്, ഇതാരാണ്, അമ്പോറ്റിയാണ്, അമ്പോറ്റി തൊഴുതോ, വേറെ കാണുന്നതൊന്നും അമ്പോറ്റിയല്ല, അങ്ങനെ മാത്രം ആവരുത് എന്ന് പറയാം. അല്ലെങ്കിൽ അത് നമ്മൾ ഒരു അധപ്പതനാണ് നമ്മുടെ. അതുകൊണ്ട് വളരെ കുട്ടികൾ ഈശ്വരനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം പറഞ്ഞു കൊടുക്കാൻ. തുടക്കത്തിൽ ഇങ്ങനെ മര്യാദയ്ക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് കുട്ടികളൊക്കെ പല വഴിക്ക് പോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ വിളിച്ചു കൊണ്ടുവരിക, അങ്ങനെ ഗീത കേൾക്കണം, ഭാഗവതം കേൾക്കണം. അവരെങ്ങനെയാ കേൾക്കാൻ വരിക? കാരണം അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് ഏതായാലും അവിടെ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കൂ. അപ്പൊ അവനും വിചാരിച്ചു ശരി, ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കുന്നു. റിസൾട്ട് വന്ന് നോക്കുമ്പോഴല്ലേ ആ പോയ ദിവസമാണ് ഒരു മാർക്കും കിട്ടാത്തത്. ബാക്കിയുള്ള ദിവസമൊക്കെ പിന്നെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു.
പിന്നെ ഈ ചരട് അങ്ങനെയുള്ളതൊക്കെ ജപിച്ചു കൊടുത്ത് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു എല്ലാം പ്രശ്നം ശരിയാവും, നീ പോയിക്കോ. അതൊക്കെ ശരിയാവും. എങ്ങനെയാ ശരിയാവുന്നത് എന്നൊക്കെ നമ്മൾ നന്നായിട്ട് അറിയണം. പിന്നെ ഒരു ചരടിന്റെ പോലും ആവശ്യം വരില്ല. വെറുതെ ഈ പശുവിനെ അല്ല ഈ കുതിരയൊക്കെ കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? കുറച്ചു കാലം കെട്ടും, പിന്നെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി, അതവിടെ നിന്നോളും, കെട്ടിയിട്ടില്ലെങ്കിലും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കെട്ടലിന്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഒന്നും ഇങ്ങനെ ആക്കിയാൽ അത് ജപിച്ച് കെട്ടിയത് തന്നെ. ഭഗവാൻ പറയണു അർജുനന്റെ ചോദ്യം അവസാനിപ്പിക്കുകയാണ് അർജുനൻ ചോദിച്ചിട്ട്. കഥം വിദ്യാമഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. 10ാം അധ്യായത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയില് ഏതൊരാൾക്കും നമ്മുടെയൊക്കെ ഒരു ചോദ്യമായിരിക്കട്ടെ ഇത് എന്ന് പറയാം. ഈ അർജുനന്റെ ഈ ചോദ്യം എന്താ അർജുനൻ ചോദിച്ചിരിക്കുന്നത്? കഥം വിദ്യാം അഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യഃ അസി ഭഗവന്മയാ. ഹേ യോഗിൻ, അല്ലയോ യോഗാത്മാവേ. കാരണം ഭഗവാൻ ഈ യോഗിൻ എന്ന് പറയുമ്പം ചേരുന്നവനാണ്, ചേർന്ന് നിൽക്കുന്നവൻ. എല്ലാറ്റിലും ഭഗവാൻ എങ്ങനെ ചേർന്ന് നിൽക്കുന്നു? സൂത്രേ മണിഗണായിവ. എത്ര സൂത്രത്തിൽ നോക്കിയിട്ടും ഈ സൂത്രത്തിനെ പിടികിട്ടുന്നുമില്ല. ഇവിടെ ചോദ്യമാണ് എന്താണ്? അഹം, ഞാൻ, കഥം, എങ്ങനെ, ഏതുവിധം, സദാ, എപ്പോഴും, പരിചിന്തയൻ, പരിചിന്തയൻ ധ്യാനിക്കുന്നവനായാൽ, ത്വാം വിദ്യാം, അങ്ങയെ അറിയും. അല്ലയോ ഭഗവാനെ, ഞാൻ എപ്പോഴാണോ, ഞാൻ എങ്ങനെയാണ് എപ്പോഴും ധ്യാനിക്കുന്നവനായാൽ അങ്ങയെ അറിയുന്നത്? ഒന്ന്. പിന്നെ ചോദിക്കണു ഭഗവാനെ, കേഷു കേഷു, ഇത് ഏതെങ്കിലും ഒരു ഷൂ ആണെന്ന് വിചാരിക്കരുത്. കേഷു കേഷു, ഏതേത്, തേഷു തേഷു, അതത്, കേഷു കേഷു സംസ്കൃതത്തിലെ ഒരു പ്രയോഗമാണ്. കേഷു കേഷു, ഏതേത് ഭാവേഷു, ഭാവങ്ങളിൽ, മയാ ചിന്ത്യഃ ച അസി, എന്നാൽ ധ്യാനിക്കപ്പെടേണ്ടവനാണ് അങ്ങ്. ഇത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പക്ഷെ മിക്കവാറും നമ്മൾ ഈ ചോദ്യം നമുക്കുണ്ട്. എങ്ങനെയാണ് ഭഗവാനെ അറിയേണ്ടത്? എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്? അതാണ് വിഭൂതി ഭഗവാൻ അവതരിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അത് വിഭൂതി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാജിക് കാണിക്കുന്നത് പോലെയല്ല. ഇത് കഴിഞ്ഞിട്ടാണ് വിശ്വരൂപ ദർശനം. 9ാം അധ്യായം രഹസ്യങ്ങളുടെ രഹസ്യം പറഞ്ഞു. എന്താ അർജുനൻ ചോദിക്കണു, അല്ലയോ ഭഗവാനെ, അങ്ങയെ എങ്ങനെയാണ് ഞാൻ അറിയേണ്ടത്? ഏതേത് ഭാവങ്ങളിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കപ്പെടേണ്ടവനാണ് എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ചോദിച്ചുകൊണ്ട് അർജുനൻ ചോദ്യം അവസാനിപ്പിക്കുന്നു. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. അല്ലയോ ജനാർദ്ദന, ആത്മനഃ, ഇവിടെ പറയും ഒരാചാര്യൻ ഇതിനെ പറയുന്ന സമയത്ത്, അതായത് ഒരു കുട്ടി അമ്മയോട് അമ്മേ എന്ന് വിളിക്കുമ്പം മാതൃത്വം മുഴുവൻ ഉണരണം എന്നാണ്. അച്ഛ എന്ന് വിളിക്കുമ്പം പിതൃഭാവവും. അത് ഉണർത്താൻ പോകുന്ന രീതിയിലായിരിക്കണം വിളി. അത് കേൾക്കുമ്പം ഒരമ്മയ്ക്ക് അത് മുഴുവൻ ഉണരണം എന്നാണ്. അതെപ്പോഴാണ് എന്ന് പറയുന്നു, അപകടത്തിൽപ്പെടുന്ന സമയത്ത് അമ്മേ എന്നൊരു വിളിയുണ്ട്. അത് ആ വിളി കേൾക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു 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 അറിയാലോ നിങ്ങൾക്ക്, പലപ്പോഴും നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലെ? ഉള്ളിൽ നിന്ന് ആ വിളി കേൾക്കുക നമ്മുടെ ശ്രവണമൊന്നുമല്ല, കാതൊന്നുമല്ല, ഉള്ളിലേക്കാണ് ഈ ശബ്ദം പോകുന്നത്. പെട്ടെന്നൊരു ഭയത്തോടുകൂടി കുട്ടി അമ്മേ എന്ന് വിളിക്കുന്ന സമയത്ത് എവിടെയാണ് ആ ശബ്ദം പോയിട്ട് പ്രതിധ്വനി ഉണ്ടാക്കുന്നത്? നമ്മുടെ ഉള്ളിൽ അല്ലേ? ഇത്തരത്തിലൊരു വിളിയാണ് അർജുനൻ ഭഗവാന് ചെയ്യുന്നത്. ഹേ ജനാർദ്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അർജുനനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇത് ചിലപ്പോ ഈ അമ്മ എന്നുള്ള വിളി കേൾക്കുമ്പോ തന്നെ ഇല്ലേ തോന്നാറില്ലേ? അച്ഛ എന്നൊക്കെ വിളിക്കുമ്പോ കുട്ടികൾ ചിലപ്പോ അമ്മയെന്നല്ലേ വിളിക്കുക, അമ്മേ 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 അല്ലേ? അതിങ്ങനെ താടിക്ക് തോണ്ടിക്കൊണ്ടായി, അല്ലെങ്കിൽ സാരി പിടിച്ച് ഇങ്ങനെ വലിച്ചു. ഏതായാലും അത് അവരുടെ. ഇനി ഇപ്പൊ നിങ്ങൾ പോയിട്ട് പറഞ്ഞു കൊടുക്കരുത്, എടാ ഉള്ളിൽ നിന്ന് വിളിക്ക്, എന്നിട്ട് എന്റെ ഉള്ളിൽ നിന്ന് കേൾക്കട്ടെ.
നീ പെട്ടെന്നൊന്നും വിളിക്കും. അങ്ങനെയൊന്നും പോയി അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ അതൊക്കെ നമ്മളിങ്ങനെ എന്താ നമുക്ക് ഈ യാന്ത്രികരാവാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താതെ സ്വാമി ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഹേ ജനാർദ്ദന, കാരണം നേരത്തെ അർജുനൻ ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ നല്ല ഒരു ഭാവത്തോട് കൂടിയിട്ട് അർജുനന്റെ ഒരു പരിഭവം പറയലൊക്കെ ഉണ്ട്. അതൊരു വല്ലാത്തൊരു പറച്ചിലാണ്. ഞാൻ അങ്ങയെ എന്തൊക്കെ പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നൊരു കുറ്റബോധത്തോട് കൂടിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ തൊട്ട് മുൻപ് പറഞ്ഞല്ലോ ജഗത്പതേ, അതൊക്കെ പറയുന്ന സമയത്ത് ഒരറിവിന്റെ ഇതിലേക്ക് ഉണർന്നു നിന്നിട്ടാ പറയണം. കാരണം ഞാൻ അങ്ങയിൽ നിന്ന് ഇതൊക്കെ ഗ്രഹിച്ചു എന്ന് പറയാം. ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. ഹേ ജനാർദ്ദന, ആത്മനഃ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, ആത്മനഃ എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ എന്ന് തന്നെയാണ് പറയുന്ന സമയത്ത് അങ്ങയുടെ യോഗം വിഭൂതിം ച, അങ്ങയുടെ യോഗത്തെ, ആ യോഗ ഐശ്വര്യത്തെ, അങ്ങ് ഈ വിശ്വത്തിൽ ചേർന്ന് നിൽക്കുന്നതിനെ, യുജ് എന്നതിൽ നിന്നാണ് യോഗം ഉണ്ടാവുന്നത്. യുജിര് സമാധൗ യുജിര് മേളനെ, ഇതാണ് ധാതുവിന്റെ അർത്ഥം. അങ്ങയുടെ ആ സമാധിഭാവത്തെ, അങ്ങയുടെ ആ മേളനത്തെ, വിഭൂതിയെയും വിസ്തരേണ, വിസ്തരിച്ച് വിസ്താരമായി, ഭൂയഃ കഥയ, ഇനിയും പറഞ്ഞാലും, അങ്ങ് ഒന്ന് അല്പം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പോരാ, ഞാൻ തൃപ്തനല്ല എന്ന് പറയാം. അതുകൊണ്ട് ഭൂയഃ കഥയ, ഇനിയും പറഞ്ഞാലും. എന്തെന്നാല് അമൃതം ശൃണ്വതഃ, അതെന്താണ്? മോക്ഷത്തെക്കുറിച്ച്, അമൃതനെ, മൃതമല്ലാത്ത മരണരഹിതമായ ആ ഭാവത്തെ ഉണ്ടാക്കുന്നതാണത്. ശൃണ്വതഃ, കേട്ടുകൊണ്ടിരിക്കുന്ന മേ, അമൃതം ശൃണ്വതഃ മേ, ആ അമൃതത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തൃപ്തി നാസ്തി, ഭഗവാനെ തൃപ്തിയായിട്ടില്ല എന്ന്. തൃപ്തി നാസ്തി എന്ന് പറഞ്ഞാൽ പോരാ എന്നാണ്. എനിക്ക് അങ്ങയുടേത് കേട്ടിട്ട് തൃപ്തിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ബോറിംഗ് ആണ് എന്നല്ല, മതിയാവുന്നില്ല എന്നാണ്. തൃപ്തി നാസ്തി, മതിയാവുന്നില്ല. അതുകൊണ്ട് ഇനിയും പറഞ്ഞു തരൂ, അങ്ങ് വിസ്തരിച്ച് തന്നെ ഇതിനെ എനിക്ക് പറഞ്ഞു തരൂ. ഇങ്ങനെ പറഞ്ഞ അർജുനനോടാണ് ഭഗവാൻ വിഭൂതിയെ വിസ്തരിക്കാൻ പോണത്. ഈ ഒരു ഭാവത്തോടു കൂടി നമ്മൾ ഈ വിശ്വത്തിലേക്ക് അങ്ങോട്ട് വന്നാൽ, ഏതെങ്കിലും ഒരു ഓരത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നാൽ, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഈ ചോദ്യം ചോദിച്ചാൽ, ഈ വിഭൂതിയെ ഒരു നമ്മളെ കടിക്കാൻ വരുന്ന കൊതുകിന് പറഞ്ഞു തരാൻ സാധിക്കുന്ന, ഈ ഒരു ചോദ്യകർത്താവില്ലാത്തത് കൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. കൊതു ഉപദേശിച്ചു തരും. അത് കാതിൽ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു നമുക്ക് തോന്നും, ഇവൻ പറഞ്ഞത് ഇതാണെന്ന്. പക്ഷെ ഈ ഒരു സമീപനം നമുക്ക് വേണമെന്ന് പറയാം. ഇതൊന്നുമില്ലാതെ വെറുതെ, എന്നാ ശരി ട്രെയിനിൽ പോകുമ്പോ സ്വാമിയെ കണ്ടു, എങ്ങോട്ടാ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്വാമിമാര് മാത്രമേ ഇത് പറയാൻ പറ്റിയവരുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. അതാണ് ആദ്യം മാറ്റേണ്ടത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തില് ഏതിന്റെ അടുത്തേക്ക്, ഒരു പൂന്തോട്ടത്തിലേക്ക് പോയിട്ട് പുഷ്പിക്കാൻ പോകുന്ന പൂവിനോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അതിന്റെ ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കിതിന് ഉത്തരം കിട്ടും, ഉത്തരം കിട്ടാതിരിക്കില്ല. പക്ഷെ നമ്മൾ ഇത്തരം ഒരു ചോദ്യം നമുക്കുണ്ടായിരിക്കണം, ആത്മാർത്ഥമായ ചോദ്യം, നമ്മുടെ ചോദ്യം. ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവൻ, അങ്ങയുടെ വിഭൂതിയെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കേൾക്കണം, അതിനായിക്കൊണ്ട് ഞാനിതാ അങ്ങയെ സമീപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് എവിടെ പോയാലും കിട്ടും ഉത്തരം. അതുകൊണ്ടാണ് ഒരു സെൻ ഗുരുവിന് ഒരു കരിയില വീണതേ ഉള്ളൂ. ബുദ്ധൻ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല കാര്യം. ബുദ്ധന് വെളിപ്പെട്ട് കിട്ടിയത്, ബുദ്ധൻ ആ ബോധിവൃക്ഷ ചുവട്ടിൽ നിന്ന് ബുദ്ധൻ ഒരു തീരുമാനം എടുത്തു, ഇനി ഇത് അറിഞ്ഞിട്ട് തന്നെ എഴുന്നേൽക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ ഒരു തീവ്രത വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വിശ്വം മുഴുവൻ നമുക്ക് ഇത് ഉപദേശിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായി നാം. നമ്മുടെ ഏത് കാര്യത്തിനും നമ്മൾ ജനിക്കുന്നതോടുകൂടി, നമ്മുടെ ശാസ്ത്രത്തില് ഈ ഷോഡശ സംസ്കാരമൊക്കെ ഒരു വേദാന്ത ഈ ഒരു തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ, കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ
ജനനത്തിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത് ആ സമയം മുതൽ തന്നെ പ്രകൃതി അവനോടൊപ്പം ഉണ്ട് എന്നാ. പ്രകൃതി നിങ്ങൾക്കറിയോ, അതായത് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം മത്സ്യങ്ങള് ഈ അതിന്റെ സന്താനങ്ങളെ പെറ്റുപെരുകുന്നത് മഴക്കാലത്ത്. ഒരു കാലമുണ്ടല്ലേ, ഈ കടലിലൊക്കെ ചാകര എന്നൊക്കെ പറയും. ഇതുപോലെ പൂക്കളുടെ കാലം, ഓരോന്നിന്റെ ഒരു കാലമുണ്ട് എന്ന് പറയാം. അപ്പൊ കാലം ഇതിൽ വളരെ പ്രധാനമാണ്. കാലം, സമയം, അതായത് പല ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും. ഈ ജ്യോതിശാസ്ത്രമൊക്കെ ആ വഴിയിൽ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അല്ലാതെ ഗൾഫിൽ പോകാൻ യോഗമുണ്ടോ എന്നായി അതപ്പതിച്ചിരിക്കണു. അത് ഇന്ന് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയാൽ നന്നാവോ, അത് നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നന്നാവും, ഇല്ലേ? ഇത് പറയാ, പഞ്ചാബിൽ പോയിട്ടാണ് ബാർബർ ഷോപ്പ് തുറന്നത്, പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുക? അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിനക്ക് നേടാൻ പറ്റും. അപ്പൊ അവിടെ പറയുന്നത്, നമുക്ക് നമ്മുടെ ഒരു ശിശു ഈ പ്രപഞ്ചത്തിലേക്ക് ജാതമാകുന്ന കാര്യത്തിൽ ചന്ദ്രൻ അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്. സൂര്യൻ, ഭൂമി, നക്ഷത്രങ്ങള്, ഈ കാണുന്ന നമ്മുടെ സമീപത്തുള്ള വൃക്ഷലതാദികള് എല്ലാവരും അവര് ഒരുങ്ങിയിരിക്കുന്നു ഈ ഒരു കാര്യത്തിനായിക്കൊണ്ട്. ഒരു ശിശു ഈ പ്രപഞ്ചത്തിലേക്ക് ജാതമാകുന്ന കാര്യത്തിൽ ചന്ദ്രൻ അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്. സൂര്യൻ, ഭൂമി, നക്ഷത്രങ്ങള്, ഈ കാണുന്ന നമ്മുടെ സമീപത്തുള്ള വൃക്ഷലതാദികള് എല്ലാവരും അവര് ഒരുങ്ങിയിരിക്കുന്നു ഈ ഒരു കാര്യത്തിനായിക്കൊണ്ട്. അപ്പൊ അവരൊക്കെ നിശബ്ദമായി അവരുടേതായിട്ടുള്ള മഹത്തായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്തതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ രൂപത്തിലായത്, അല്ലേ? പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിന്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഞാൻ ആ ഇലയിൽ ഇരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആ ഇലയിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ എങ്ങോട്ടേക്കോ കടത്തിവിടുന്ന ചിലരുണ്ട്. അതെന്റെ ശേഷി കൊണ്ടോ ശേമുഷി കൊണ്ടോ നടന്നതല്ല, ആണോ? അച്ഛന്റെ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് ഏതിലൂടെയായിരുന്നു? അപ്പൊ ഇതൊക്കെ എന്നെ ജാതമാക്കാൻ വേണ്ടി പ്രകൃതി തെരഞ്ഞെടുത്ത ചില പ്രക്രിയകളല്ലേ? അതിനൊക്കെ ഒരു താളമില്ലേ? അതിൽ ആരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? അപ്പൊ ഇവരോടൊക്കെ എനിക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. ഇവരൊക്കെ ഈ രഹസ്യം അറിയുന്നവരാ. ഇവരിൽ നിന്നൊക്കെ ഇത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് കാവ്യവസ്ത്രധാരികൾ മാത്രമാണ് ഇത് പറഞ്ഞു തരാൻ പറ്റുന്നവരെന്ന്. നമ്മൾ അങ്ങനെ ചുരുങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഈ അറിവ് പ്രകൃതിയിൽ നിന്ന് കിട്ടാതെയായിപ്പോയത്. ഭാഗവതമൊക്കെ ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഗുരുക്കന്മാരെ കുറിച്ച് അതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരെ കുറിച്ചാണ്. മാനുഷഭാവം പൂണ്ടവരല്ല എന്ന് പറയാം. പ്രകൃതിയാണ് അവിടെ ഗുരു എന്ന് പറയാം. അതുകൊണ്ട് കൊതുകിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറയാം. കൊതുക് നമുക്ക്, അതായത് കാത് കുത്തിയവൻ വന്നാൽ പിന്നെ വരുന്നത് കടുക്കനിട്ടവനായിരിക്കും എന്നാണ് പ്രമാണം. പക്ഷെ നമ്മൾ പറയണ, അയ്യോ ഇവിടെ ഒരു സത്സംഗമില്ല, ഈ സത്യം പറഞ്ഞു തരാൻ ആരുമില്ല. ഉണ്ട്, ആളുകളുണ്ട്. നമുക്ക് ഈ ഒരു ചോദ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കിട്ടും. ഭഗവാൻ തുടരുന്നു, നോക്കാം. ശ്രീ ഭഗവാനുവാച ഹന്തേ കഥയിഷ്യാമി ദിവ്യാസ്യാത്മവിഭൂതയഃ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഉവാച പറഞ്ഞു എന്ന് പറയാം. എന്താ പറയുന്നത്? ഓ ഹന്ത കുരുശ്രേഷ്ഠ, ആശ്ചര്യം തന്നെ, കൗരവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ അർജുന, നീ കേമനാണ് എന്ന് പറയാം, യോഗ്യന. ദിവ്യാഹ ആത്മവിഭൂതയ ഹന്ത തേ കഥയിഷ്യാമി. ദിവ്യാഹ ആത്മവിഭൂതയ, ദിവ്യങ്ങളായിട്ടുള്ള എന്റെ ആത്മവിഭൂതികളെ, അത് ദിവ്യങ്ങളാണ് എന്ന് പറയാം. ദിവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശമാർന്നത്. ആത്മവിഭൂതയ, ആത്മവിഭൂതികളെ, തേ നിനക്ക് പ്രാധാന്യത കഥയിഷ്യാമി, അതിന്റെ പ്രാധാന്യം അനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നാല് മേ എന്റെ വിസ്തരസ്യ, വിസ്തരത്തിന് വിഭൂതിക്ക്, വിസ്തരസ്യ എന്ന് പറഞ്ഞാൽ വിഭൂതിക്ക് അന്തഃ നാസ്തി, അവസാനമില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വളരെ കുറച്ച്, ആവശ്യമുള്ളതേ പറഞ്ഞു തരുന്നുള്ളൂ. കാരണം ഈ ഭൂമി നമ്മെ സംബന്ധിച്ച് പിടികിട്ടാത്ത ഒന്നാണ്.
പക്ഷെ ഒരു ഗാലക്സിയെ കുറിച്ച്, ഈ മഹാഗാലക്സിയെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഇതിനേക്കാൾ എത്രയോ വലുതാണ് ശനി, അല്ലേ? ഒരു സൂര്യൻ തന്നെ നമ്മെ സ്വാധീനിക്കുന്ന ഒരു സൂര്യനല്ല, അനേക സൂര്യന്മാരുണ്ട്. ഇതിനെക്കുറിച്ച് മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം നിനക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാമെന്ന് പറയാം. ആവശ്യമുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ളത്, നിനക്ക് എന്താണോ കേട്ടാൽ മനസ്സിലാകുന്നത്, നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഭഗവാൻ പറയാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ ഈ ആവശ്യമുള്ളത് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പോലെയാണ് നമ്മൾ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. നോക്കാം എന്തൊക്കെയാ ഭഗവാൻ ഈ ഒരു മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിനക്ക് മുഴുവൻ പറ്റില്ല. ഇപ്പൊ ഒരു 40 വാട്ടിന്റെ ബൾബിൽ 1000 വാട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ബൾബേ ഉണ്ടാവില്ല. അത് ബൾബ് ആഗ്രഹിക്കുക എനിക്ക് മുഴുവൻ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന, ഇടുക്കിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ കറണ്ടും ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞാൽ നടപ്പില്ല മോനെ, ഇല്ലേ? കാരണം നിനക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. എന്നാൽ നിനക്ക് ഞാൻ കുറച്ച് തരാമെന്ന് പറയാം ആവശ്യത്തിന്. നോക്കാം എന്താണ് ഭഗവാൻ പറയുന്നത്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. അഹം ആത്മാ ഹേ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹം ആദിഃ ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഹേ ഗുഡാകേശ, ഭഗവാൻ വളരെ ദുർലഭമായി പ്രയോഗിക്കുന്നതാ അർജുനന്റെ മേലില് ഈ വിളി എന്ന് പറയാം. ഗുഡാകം, നിദ്ര, അജ്ഞാനം, അതിനെ ജയിച്ചിട്ടുള്ളവൻ. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഗുഡാകേശനാൽ ചോദിക്കപ്പെട്ട ഹൃഷികേശൻ, അല്ലെ? അപ്പോ അർജുനൻ എന്നതിന് അവിടെ ഗുഡാകേശൻ എന്നാണ്, ഭഗവാന് ഋഷികേശൻ എന്നാണ്. നിദ്രയെ ജയിച്ച, അജ്ഞാനത്തെ ജയിച്ച, തമസ്സൊക്കെ ഒടുങ്ങിയിട്ടുള്ള അല്ലയോ അർജുന? കാരണം ഈ ചോദ്യം തന്നെ വരുന്ന സമയത്ത് അജ്ഞാനങ്ങളൊക്കെ ഒടുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാമനകളൊക്കെ പോയിട്ടുണ്ട്. അഹം, ഞാൻ, സർവഭൂതാശയസ്ഥിതഃ, ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും ആശയത്തിലിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ എന്നിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയാം. ആത്മാവാണ്. അഹം സർവഭൂതാശയസ്ഥിതഃ ആത്മാ, എന്നിലാണ് എല്ലാം നിലകൊള്ളുന്നത് എന്ന് പറയുമ്പം ഭഗവാൻ ഇവിടെ ആരാണ്? ഭഗവാൻ ഇവിടെ ഒരു ദർപ്പണമാണ് എന്ന് പറയാം. ഇപ്പൊ ഈ ഒരു വലിയൊരു ദർപ്പണം എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളെല്ലാം അതിനകത്താവും. ഒരു കണ്ണാടിയാണ്. ആ ഒരു ദർപ്പണം എങ്ങനെയാണോ എല്ലാറ്റിനെയും പ്രതിബിംബിപ്പിക്കുന്നത്, എല്ലാം അതിലങ്ങനെ പ്രകടമാവുമെന്ന് പറയാം. അതുപോലെ എല്ലാം എന്നിലങ്ങനെ നിൽക്കുന്നു. ഭൂതാനാം അന്തഃ, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിന്റെയും അന്തം, അവസാനം, മദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ നടുഭാഗം, നിലനിൽപ്പ്. അതുപോലെ ആദിഹി, ആരംഭം. എവിടെ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്? എവിടെയാണ് ഇത് നിലനിൽക്കുന്നത്? എവിടെയാണിത് വിലയിക്കുന്നത്? ഉപനിഷത്തിന്റെ ഭാഷയിൽ യതോവ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. ഏതൊന്നിൽ നിന്നുണ്ടായി, ഏതൊന്നിൽ നിലനിന്ന് ഏതൊന്നിലേക്ക് വിലയിക്കുന്നു, അതിനെ തത് ബ്രഹ്മേതി, അതിനെ ബ്രഹ്മം എന്നറിഞ്ഞാലും, തത് വിജിജ്ഞാസസ്വ, അതിനെ അറിയേണ്ടതാണ്. തപസ്സുകൊണ്ടും മറ്റും അതിനെ അറിയേണ്ടതുണ്ട്. അപ്പം ഞാനാണ് അന്തഃ മദ്യം ആദിഹി അഹമേവ, ഞാൻ തന്നെ. അതുകൊണ്ടാണ് കൃഷ്ണന് ഈ പുരാണത്തില് എല്ലാ ഭാവവും കൃഷ്ണൻ സ്വീകരിക്കുന്നത്, ഈ ഒരു സത്യം വെളിപ്പെടുത്തി തരാൻ. അതുകൊണ്ട് കൃഷ്ണനെ പോലെ ഒരു പല പല ഭാവങ്ങള് സ്വീകരിച്ചിട്ടുള്ള ഒരു പുരുഷൻ, ഒരു മഹാപുരുഷൻ വേറെ ഒന്നിലും കാണില്ല. അതായത് ഏത് വളരെ അനായാസേന അദ്ദേഹത്തിന് മുരളി വായിക്കാൻ സാധിക്കും എന്ന് പറയാം, ഓടക്കുഴൽ വായിക്കാൻ. അതേ ആൾക്ക് തന്നെയാണ് യുദ്ധഭൂമിയിൽ മുൻപിൽ നിൽക്കാനും സാധിക്കുന്നത്. ഒരു യുദ്ധക്കളത്തിലും
അതുപോലെ മുരളി വായിക്കാനും ഗോപികമാരോടുകൂടെ ഡാൻസ് ചെയ്യാനും അമ്മയുടെ ഒക്കത്ത് കയറിയിരിക്കാനും എല്ലാറ്റിനും പോകുന്ന ആ ഒരു സകല കലാവല്ലഭൻ. വേറെ ആർക്കും പറ്റില്ല ഈ റോള്. രാമന് പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല എന്ന് പറയാം. വേറെ ഒരു ദേവനും പറ്റില്ല. കൃഷ്ണന്റെ മാനം അതാണ് എന്ന് പറയാം. എന്തുകൊണ്ട്? ഞാൻ വെളിപ്പെടുത്തുന്ന എന്റെ ആശയങ്ങൾ ഇതാണ്. ഞാൻ ഏതിലും കടന്നു വരാൻ എനിക്ക് അനായാസേന സാധിക്കും എന്ന് പറയാം. ഒരു കൊച്ചു ഓളമായിട്ടും സമുദ്രമായിട്ടും ഞാൻ നിലകൊള്ളുന്നു, എന്റെ ഭാവം. അതുകൊണ്ട് നമുക്ക് ഈ കൃഷ്ണനെ പൂർണ്ണമായിട്ട് തന്നെ സ്വീകരിക്കാൻ ഇനിയും പേടിയാണ്. അതുകൊണ്ട് പലർക്കും ബോൺസായി കൃഷ്ണനെയാണ് ഇഷ്ടം, ഉണ്ണികൃഷ്ണന്, ഒരു ബാലവിഹാർ കൃഷ്ണനെ എന്ന് പറയാം. യുവകേന്ദ്രയായിട്ടുള്ള കൃഷ്ണൻ അപകടകാരിയാണ്. യുവാവ് അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങേയറ്റം സംശയവും ഭയവും ജനിപ്പിക്കുന്നതാണ്. അപ്പൊ എല്ലാറ്റിലും അതായത് ഭഗവാൻ അർജുനനെ വിളിക്കുന്നത് എന്റെ വിശാലതയിലേക്ക്, എന്റെ ആ അപാരമായ വ്യക്തിത്വത്തിലേക്ക് അർജുന ഇതാ വന്നോളൂ എന്നാണ്. അതിനായിക്കൊണ്ട് ആ വിഭൂതിയെ ഇതാ വിസ്തരിക്കാൻ പോകുന്നത്. അർജുനനെ നയിക്കുകയാണ് ഭഗവാൻ അവിടേക്ക്. ആരാണ് ഞാൻ? ഭൂതങ്ങളുടെ അന്തവും മധ്യവും ആദിയും ഞാൻ തന്നെയാണ്. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിയുമ്പം ഒരിക്കല് ഒരു രാജകുമാരനെ, ഒരു രാജാവിന്റെ മകനെ, രാജകുമാരനെ ഒരു രാജാവ് ചെറുപ്പത്തിൽ എന്തോ വികൃതി കാണിച്ച സമയത്ത് അവനെ വഴക്കു പറഞ്ഞപ്പോ അവൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി. പിന്നെ അവനെ കണ്ടില്ല. രാജാവിന് വിഷമമൊക്കെ ആയി. നെല്ലി നാളെ തിരിച്ചു വരും എന്ന് വിചാരിച്ചു. പക്ഷെ അവൻ തിരിച്ചു വന്നില്ല. അങ്ങനെ ഈ രാജാവ് ആകെ ഒരു മകനേ ഉള്ളൂ. രാജാവ് കാലം ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. തീപ്പെടാൻ പറഞ്ഞ തീ കൂട്ടി അതിൽ ചാടുന്നില്ല. അദ്ദേഹത്തിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഇനിയിപ്പോ രാജാവ് വേണമല്ലോ. അപ്പൊ ഈ ഇങ്ങനെ ഒരു മകനുണ്ട്, അവനെ എന്തോ വഴക്ക് പറഞ്ഞപ്പോ അവനെ ഇറങ്ങിപ്പോയതാണ്, ഇനി പിടിച്ചു കൊണ്ടുവരണം. ഭരിക്കാൻ ആളുകൾ വേറെ ഉണ്ട്, പക്ഷെ കസേരയിലിരിക്കാൻ ഒരാൾ വേണമല്ലോ. അതങ്ങനെയാണ്. അങ്ങനെ ഇവർ അന്വേഷണം തുടങ്ങിയെന്നാ. പക്ഷെ അപ്പൊ ഈ കുട്ടി രാജാവിന്റെ സ്ഥിതി എന്താണെന്നാണെങ്കിലോ, ആരുടെയോ നാടോടികളുടെയൊക്കെ കൂടെ പോയി അവനങ്ങനെ കിട്ടുന്നത് മേടിച്ചു കഴിച്ചു, അങ്ങനെയൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഒരു കടയിൽ പോയിട്ട്, വളരെ ദാഹിക്കുന്നു, വിശക്കുന്നുണ്ട്, ഒരു കടയിൽ പോയിട്ട് ചോദിച്ചു, ഒരു ഗ്ലാസ് ചായ തരുമോ? അവർ പറഞ്ഞു ചായ ഒന്നുമില്ല, ഇവിടുന്ന് പറഞ്ഞു. കാശുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു സന്ദർഭം അവിടെ, ഈ ഒരു ചുറ്റുപാടിലാണ് മന്ത്രി മുഖ്യൻ ഈ രാജകുമാരനെ തിരിച്ചറിഞ്ഞത്. രാജകുമാരനോട് പറഞ്ഞു, നീ ആരാണെന്ന് നിനക്കറിയോ? നീ രാജാവാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന്. രാജാവാണെന്ന് അറിഞ്ഞ ഉടനെ ഈ മന്ത്രികുമാരൻ ആരെവിടെയെന്നു ഈ ചായക്കാരനെ കെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ. അതായത് ആ ഒരു നിമിഷം ഞാൻ രാജാവാണെന്ന് അറിഞ്ഞ ഉടനെ, അതുവരെയോ ആ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി യാചിക്കുകയായിരുന്നു. അവനിലെ ആ രാജബോധം ഉണർന്നതോടുകൂടി, മുഴുവൻ രാജ്യത്തിന്റെയും അധീശനാണ് താനെന്ന് അറിയുന്നതോടുകൂടി, പിന്നെ ഇതിലേക്കാണ് ഭഗവാൻ അർജുനനെ വിളിക്കുന്നത്. നമ്മളിങ്ങനെ എന്താ പറയുക, ആ കൊട്ടാരത്തിൽ നിന്നുണ്ടല്ലോ, ഭഗവാന്റെ ആ ഒരു ഇതിൽ നിന്ന് പിണങ്ങി പോകുന്നവരാ. ഇനി ഒന്ന് ഓർമ്മിപ്പിക്കുക. ആരാ ഓർമ്മിപ്പിക്കണത്? ഗീത. മോനെ ചായ കുടിക്കാം, അതൊക്കെ വിടും, ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് പറയുക. അതിനായിട്ട് ആദ്യം തന്നെ പറഞ്ഞു തരും ഞാൻ ആരാണ്, എന്റെ ആ ഭാവത്തെ. ഇനി തുടരുകയാണ് ഭഗവാൻ. ഇവിടുന്ന് അങ്ങോട്ട് വിഭൂതിയെ നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്നു. നോക്കാം. ആദിത്യാനാമഹം വിഷ്ണുഃ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ആദിത്യാനാം അഹം വിഷ്ണുഃ ജ്യോതിഷാം രവിഃ അംശുമാൻ മരീചി മരുതാം അസ്മി നക്ഷത്രാണാം അഹം ശശി. ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു, അഹം ആദിത്യാനാം,
ഞാൻ ആദിത്യന്മാരിൽ വെച്ച് 12 ആദിത്യന്മാരുണ്ട്, 12 ആദിത്യന്മാര്, സൂര്യന്മാര്. അവരിൽ ഞാൻ ആരൊക്കെയാണോ പറയുന്നു, ആദിത്യ 12 പ്രോക്ത, ആദിത്യന്മാർ 12 പേരാണ്. ആരൊക്കെയാണ് 12 പേര്? വേണമെങ്കിൽ വേഗത്തിൽ എഴുതിയെടുത്തുള്ളൂ. പിന്നെ സ്വാമിയോട് നാളെ ഒരു കുറിപ്പ് ചോദിക്കരുത്, സ്വാമി ആ 12 പേരിൽ മൂന്നാമത്തത് ആരായിരുന്നു? 12 ആദിത്യന്മാര്. ഇന്ദ്രൻ 1, ധാത 2, പർജന്യൻ 3, ത്വഷ്ട 4, പൂഷ 5, അര്യമ 6, അരിമാവല്ല അര്യമ 6, ഭഗൻ 7, വിവസ്വാൻ 8, വിഷ്ണു 9, അംശുമാൻ 10, വരുണൻ 11, മിത്രൻ 12. ഇതാണ് 12 ആദിത്യന്മാര്. അപ്പൊ ആദിത്യാനാം, ഈ 12 പേരിൽ അഹം വിഷ്ണു, വിഷ്ണു എന്ന ആദിത്യൻ. അപ്പൊ ആദ്യം തന്നെ ഭഗവാൻ, ഇത് ഒന്ന് തൽക്കാലം മറക്കല്ല, ഒന്ന് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഒരുവന് ഈശ്വരനെ ഉപാസിക്കണം, അതിന് എന്തെങ്കിലും ഒരു ബിംബം വേണമല്ലോ സ്വാമി. സൂര്യൻ തന്നെ ഏറ്റവും ഉത്തമം, ഒന്നാമൻ. മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഞാൻ സൂര്യൻ ഉപദേശിച്ചു. ആ സൂര്യനാണ്, സമഷ്ടിയിൽ സൂര്യനായി നിൽക്കുന്ന ആ സൂര്യനാണ് വ്യഷ്ടിയിൽ ബുദ്ധിയായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഗായത്രി സൂര്യനെ മാത്രം പ്രകീർത്തിക്കുന്നതല്ല. ഗായത്രി ദേവിയൊക്കെ ഉണ്ട്, അതിലൊക്കെ അത് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഉടനെ അത് പറയും, സ്വാമി ഗായത്രി, സൂര്യ ഗായത്രി ഒരു ബന്ധവുമില്ല, അത് ദേവിയാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു 3-4 പുസ്തകമായിട്ട് വരും. സ്വാമി അതിലൊന്നും താല്പര്യമില്ല, അങ്ങനത്തെ ചർച്ചകൾക്കോ ഇതിനൊന്നും. പലയിടത്തും നമ്മൾ അറിയാതെ അത് പറഞ്ഞ് പോകുന്ന സമയത്ത് കാണാം ചിലർ കിതാബൊക്കെ ആയിട്ട് വന്ന് ഇതാ സൂര്യനായിട്ടൊരു ബന്ധവുമില്ല, അങ്ങനെ അതൊക്കെ നമുക്ക് അത്തരത്തിൽ എന്താ അവരോടൊക്കെ പറയാനുള്ള ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. വെറുതെ ബഹളം ഉണ്ടാക്കിയ അവസാനം ചിത്തഭ്രമം വരണം. അതുകൊണ്ട് സൂര്യൻ ഭഗവാനാണ്, സൂര്യ നാരായണൻ. സൂര്യനെ ഭഗവാനായിട്ട് കണ്ട് നമുക്ക് സൂര്യനോട് പറയാം. നട്ടുച്ചയ്ക്കൊന്നും പോയിട്ട് പറയേണ്ട, അവസാനം കണ്ണ് കാണില്ല. അപ്പൊ സൂര്യനെ നാം ഈശ്വരനായിട്ട്, നമുക്ക് പ്രത്യക്ഷ നാരായണനായിട്ട് സ്വീകരിക്കാവുന്നതാണ് സൂര്യൻ. സൂര്യനെല്ലാം പറഞ്ഞു തരും. സൂര്യനായിരിക്കട്ടെ നമ്മുടെ ഒരു പ്രത്യക്ഷനാണല്ലോ, കാണാനുണ്ടല്ലോ. ബാക്കിയൊക്കെ മോശക്കാര് എന്നാണോ? അല്ല, തുടങ്ങാത്തവർ. പലർക്കും പല രൂപങ്ങളോടും താല്പര്യം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് അതല്ലേ വാൻഗോഗിന്റെ, അദ്ദേഹം 1 വർഷം സൂര്യനെ വരച്ചു. 1 വർഷം. അദ്ദേഹത്തിന്റെ സൂര്യകാന്തി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചിത്രം വെബ്സൈറ്റിലൊക്കെ പോയാൽ കാണാം. സൂര്യകാന്തി, 1 വർഷം ഇദ്ദേഹം സൂര്യനെ വരച്ചു എന്ന് പറയുമ്പം സൂര്യന്റെ വൈവിധ്യമാർന്ന മുഖങ്ങളെ ഇത്രയും ആവിഷ്കരിച്ച ഒരാള് ഒരു സന്ദർഭവശാൽ പറഞ്ഞിട്ടുള്ള ആ സ്വാമി അല്ലേ? അത് അത്രയും പ്രചോദനാണെന്ന് പറയാം. സൂര്യനൊക്കെ എത്ര വരയ്ക്കാനുണ്ടോ? ഉണ്ട്. വാൻഗോഗിനെ സംബന്ധിച്ച് സൂര്യന്റെ ഓരോ നിമിഷവും സൂര്യൻ വ്യത്യസ്തനാണ്. ഓരോ നിമിഷവും അദ്ദേഹം അത് പകർത്തുകയായിരുന്നു. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ. അതോടുകൂടി അദ്ദേഹത്തിന് മതിയായി. ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പൊ സൂര്യൻ അങ്ങേയറ്റം നമ്മെ പ്രചോദിപ്പിക്കാൻ പോകുന്നതാ. അങ്ങ് എങ്ങനെയാണോ വിശ്വത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നത്, പ്രാണനും പോഷണവും. ഉപനിഷത്തില് സൂര്യനെ കുറെ പേരുകൾ ചൊല്ലി വിളിക്കുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തില് പൂഷന്നേ കർഷ യമസൂര്യ പ്രാജാപത്യ വ്യൂഹ രശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി എന്ന് പറയുന്നു. അല്ലയോ സൂര്യഭഗവന്, ഇതാ അങ്ങയുടെ ഈ തപിപ്പിക്കുന്ന കാന്തിയെ ഒന്ന് ഉപസംഹരിച്ച് അങ്ങയുടെ തേജസ്സാർന്ന രൂപത്തെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ആ ശിഷ്യൻ യഹ അസൗ പുരുഷ, യാതൊരു പുരുഷനാണോ സൂര്യനിൽ നിൽക്കുന്നത് അഹമസ്മി എന്ന് സാക്ഷാത്കരിക്കുക, അത് തന്നെയാണ് ഞാൻ എന്ന് സാക്ഷാത്കരിക്കുന്നത്. ഉപനിഷത്തില് സൂര്യോപാസന, സൂര്യനോട് എന്താ ഹിരൺമയേന പാത്രേണ സത്യസ്യാതി ഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത മന്ത്രം. അതിലേക്ക് ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ. അപ്പൊ സൂര്യൻ നമുക്ക് നമ്മുടെ
എല്ലാ സംശയങ്ങളെയും എല്ലാ അജ്ഞാനങ്ങളെയും ദൂരീകരിക്കാൻ പോന്നവനാണ്. വ്യാസൻ സൂര്യമണ്ഡലാഷ്ടകം തന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നു, നമസ്സവിത്രേ ജഗദേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മധാരിണേ വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ. സവിതാവേ നമസ്കാരം. അങ്ങാരാണ്? ഈ പ്രപഞ്ചത്തിനെ അങ്ങാണ് ഈ പ്രപഞ്ചത്തെ ഉണർത്തുന്നത്, നിലനിർത്തുന്നത്, അതിനെ ഉറക്കുന്നത്. അങ്ങ് ബ്രഹ്മാവുമാണ്, വിഷ്ണുവുമാണ്, മഹേശനുമാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് എന്റെ നമസ്കാരം രാവിലെ തന്നെ. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് സൂര്യനോട് പറയുന്നത് നല്ലതാ. സൂര്യനോട് മാത്രമല്ല, നമ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്ര ശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ എന്ന് പറയുന്ന സമയത്ത് ഇവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങയുടെ സാന്നിധ്യത്തിൽ എങ്ങനെയാണോ ചുറ്റുപാട് പ്രകാശമുള്ളതായിത്തീരുന്നത്, ഇതുപോലെ എനിക്കും സാധിക്കട്ടെ. ഞാനും ഒരു സൂര്യൻ എന്ന് പറയാം. എന്റെ സാന്നിധ്യത്തിൽ ചുറ്റുപാടിന് ഒരു പ്രകാശം ഉണ്ടായിരിക്കണം. പേര് പ്രകാശന, പക്ഷെ കയറി അപ്പ കറണ്ട് പോവും. സൂര്യൻ ഒരു അങ്ങേയറ്റത്തെ നമുക്ക് ഉപാസിക്കാൻ പോകുന്ന ഒന്നാണ് സൂര്യൻ. അതുകൊണ്ട് സൂര്യനോടൊരു നോക്ക്. നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഞാൻ എത്ര ദിവസമായി സൂര്യനെ കണ്ടിട്ട്? ചിലപ്പോൾ 70 വയസ്സായിട്ടുണ്ടാവും. ആകെ അച്ഛന്റെ കൂടെ 10ാം ക്ലാസ് പാസ്സായ സമയത്ത് കൊണ്ടുപോയിട്ട് സൂര്യോദയവും സൂര്യാസ്തമയവും കാണിച്ചു. പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉദയം, ഒരു അസ്തമയം, എന്താപ്പോ വല്ല മാറ്റമുണ്ടോ സ്വാമി? 60 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. ഓരോ ദിവസവും മാറ്റമുണ്ട്. നമ്മൾ നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ സൂര്യനെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രധാനിയായിട്ടിരിക്കട്ടെ എന്ന് പറയാം. സൂര്യൻ ഒരു അങ്ങേയറ്റത്തെ നമുക്ക് ഉപാസിക്കാൻ പോകുന്ന ഒന്നാണ് സൂര്യൻ. അതുകൊണ്ട് സൂര്യനോടൊരു നോക്ക്. നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഞാൻ എത്ര ദിവസമായി സൂര്യനെ കണ്ടിട്ട്? ചിലപ്പോൾ 70 വയസ്സായിട്ടുണ്ടാവും. ആകെ അച്ഛന്റെ കൂടെ 10ാം ക്ലാസ് പാസ്സായ സമയത്ത് കൊണ്ടുപോയിട്ട് സൂര്യോദയവും സൂര്യാസ്തമയവും കാണിച്ചു. പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉദയം, ഒരു അസ്തമയം, എന്താപ്പോ വല്ല മാറ്റമുണ്ടോ സ്വാമി? 60 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. ഓരോ ദിവസവും മാറ്റമുണ്ട്. നമ്മൾ നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ സൂര്യനെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രധാനിയായിട്ടിരിക്കട്ടെ എന്ന് പറയാം. ഇനി അതിൽ സ്വാമി ഇപ്പൊ സൂര്യോപാസന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ നാണയം വെച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടു, ഇങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനും പറഞ്ഞിട്ടില്ലേ? ഇനി അതുമായിട്ടും വരരുത്. അപ്പൊ സ്വാമി നാണയം വെക്കണോ, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും വെക്കണോ, ഇങ്ങനെ നിൽക്കണോ, അങ്ങനെ നിൽക്കണോ? സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുക, അറിവാണത്. ഈ മുഴുവൻ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന ഒന്ന്. അപ്പൊ അതുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കൽ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഈ പറഞ്ഞ സൂര്യ നമസ്കാരാദികൾ ഒക്കെ ചെയ്തോളൂ, ആരോഗ്യത്തിന് നല്ലതാ. അതുമായിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം സ്വാമിക്ക് അതിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല. കോയിൻ വെക്കുന്നതിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിലോ. സ്വാമി ഇവിടെ ജ്ഞാനപ്രധാനമായിട്ട് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോ ഒരു 70 വയസ്സായി 80 വയസ്സായി ഡിസ്കൊക്കെ സ്ക്രൂ ഇട്ടിട്ടുള്ള ഒരു അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപ്പൊ എനിക്ക് പറ്റില്ല അല്ലേ സൂര്യ നമസ്കാരം? അങ്ങനെയല്ല. കസാരയൊക്കെ ഇട്ട് ഒരു കർട്ടനൊക്കെ ഒന്ന് മാറ്റി ഒന്നിങ്ങനെ നോക്കിയാൽ തന്നെ ധാരാളം ആ കാര്യം. അത് കാരണം ഒരുപാട് അമ്മൂമ്മമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സൂര്യ നമസ്കാരമൊക്കെ ചെയ്തു കഴിഞ്ഞാല് ടിവിയിൽ അങ്ങനെയുണ്ട് സൂര്യ നമസ്കാരമൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് പിന്നെ അവർ പറയും അടുത്ത ആഴ്ചയാണ് ബാക്കിയെന്ന്. പിന്നെ നിങ്ങൾ ഇങ്ങനെ അതുപോലെ ഇരിക്കും. അടുത്ത ഞായറാഴ്ച സൺഡേ ആണ് സൂര്യ നമസ്കാരം കാണിക്കുന്നത്. മെനക്കെട്ടിരുന്ന് വളഞ്ഞതാണ്. ബാക്കി അടുത്ത ആഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച വരെ എന്ത് ചെയ്യും? സൂര്യൻ പറയുന്നു, ജ്യോതിസ്സുകളിൽ അംശുമാനായിട്ടുള്ള രവി അഹം, ഞാനാണ്. അതുപോലെ മരുത്തുക്കളിൽ, മരുത്ത് എന്ന് പറഞ്ഞ വസുക്കളില് മരീചിഹി അഹം, മരീചി, ഞാൻ മരീചിയാണ്.
നക്ഷത്രാണാം, നക്ഷത്രങ്ങളിൽ അഹം ശശി അസ്മി, ഞാൻ ശശിയാണ്, ഞാൻ ചന്ദ്രനാണ്. അപ്പൊ ഇവരെയൊക്കെ നമുക്കൊന്നുകൂടെ വിസ്തരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ടെണ്ണാണ് സൂര്യനും ചന്ദ്രനും. ഇതൊന്ന് മനസ്സും ഒന്ന് ബുദ്ധിയും. ബുദ്ധി ചൂട് പിടിപ്പിക്കും, സൂര്യനെ പോലെ തന്നെയാണ്, അങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന പറയാം. മനസ്സോ ചന്ദ്രനെ പോലെ തണുപ്പിക്കണം, അതും ചൂട് പിടിപ്പിക്കാൻ തുടങ്ങിയാലോ. മനസ്സോ ദേവത ചന്ദ്രമാ, മനസ്സ് ചന്ദ്രനിൽ നിന്നാണ് മനസ്സ് ഉണ്ടായത് തന്നെ. അതുകൊണ്ടാണ് ഈ ചിത്തഭ്രമമുള്ളവർക്ക് ഈ പൂർണ്ണചന്ദ്രന്റെ അതിൽ കുറച്ച് കൂടും അവർക്ക് അതൊക്കെ. അപ്പം എങ്ങനെയാണ് സൂര്യൻ പകല് മുഴുവൻ ഭൂമിയെ ചുട്ടുപൊള്ളിച്ച് രാത്രിയാവുമ്പം സൂര്യനിൽ നിന്നാണ് ചന്ദ്രൻ ഈ ശീതളിമയെ കൈക്കൊണ്ടത്, സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ചന്ദ്രനായും സൂര്യനായും ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണല്ലോ. അപ്പൊ ചന്ദ്രനിലൂടെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലൂടെയൊക്കെ തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? എന്താണ് പോക്കുവരവിനെ കുറിച്ച്. അപ്പൊ സൂര്യന്റെ കിരണങ്ങൾ തന്നെയാണ് ചന്ദ്രന്റെ കിരണങ്ങളായി വേറൊരു പ്രകാരത്തിൽ നാം ഏറ്റുവാങ്ങുന്നത്. രണ്ട് പ്രവൃത്തിയാണ്. എങ്ങനെയാണോ വീട്ടിലെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഹീറ്ററിലൂടെ ചൂടും അതുപോലെ ഫ്രിഡ്ജിലൂടെ അല്ലെങ്കിൽ AC-യിലൂടെ തണുപ്പും വരുന്നത്. അതോ ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി എന്ന ഉപനിഷത്തില് തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന് പറയുന്നുണ്ട്. സൂര്യന്റെ പ്രകാശമായി നിലകൊള്ളുന്നതോ ആ പ്രകാശമാണ്. അപ്പൊ ആ പ്രകാശമാണ് സൂര്യനിലൂടെ വരുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ചന്ദ്രനിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ആ പ്രകാശം തന്നെയാണ്. അപ്പൊ അത് എന്താണ്? നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതാ. അപ്പൊ സൂര്യനും ചന്ദ്രനും നമ്മുടെ ഉള്ളിലുണ്ട്. എങ്ങനെ? മനസ്സായി ബുദ്ധിയായി. അപ്പൊ മനസ്സുകൊണ്ട് വേണം ഈ പ്രശ്നങ്ങളെ മുഴുവൻ തണുപ്പിക്കാൻ. അല്ലാണ്ട് മനസ്സ് വീണ്ടും സംഘർഷങ്ങളെ ഉണ്ടാക്കരുത്. ആഹാ, അങ്ങനെയായാൽ ശരിയാവില്ല, ഇന്ന് നാളെ തന്നെ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് തന്നെ കാര്യം, വിടാൻ പാടില്ല. അങ്ങനെയല്ല, പോട്ടെ എന്ന് പറയുമ്പം അതിങ്ങനെ എന്താ പറയാ, പോട്ടെ പോണ കാര്യമല്ല, വിട്ടേക്കൂ. ആഗമ പായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. അർജുന, ഇതൊക്കെ വരുന്നതും പോകുന്നതുമാണ്. അതുകൊണ്ട് നീ തിദിക്ഷയുള്ളവനായിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു ശീതളിമയാർന്ന സമീപനം. അല്ലാതെ ചൂട് പിടിപ്പിക്കുകയല്ല എന്ന് പറയും. പകലും ചൂട്, രാത്രിയും ചൂടായി കഴിഞ്ഞാലോ? ഇത് രണ്ടും നമ്മുടെ ജീവിതത്തില് സൂര്യനും ചന്ദ്രനും അങ്ങേയറ്റം നമ്മളെ സ്വാധീനിക്കട്ടെ. അതുകൊണ്ട് ഇവരെയൊക്കെ പ്രത്യക്ഷ നാരായണനായിട്ട് സ്വീകരിച്ചോളൂ. അതുകൊണ്ട് സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യോപാസന എന്നുള്ളതൊക്കെ ഈ അറിവിന്റെ തലത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഭഗവാന്റെ എന്താ ഇതിൽ പറയല്ലോ, എന്താ മൾട്ടി ഡയമെൻഷൻ, വൈവിധ്യമാർന്ന ഭാവങ്ങൾ, വിവിധ ഭാവങ്ങളെ അവതരിപ്പിക്കുക. ഏതാണ് നമുക്ക് സ്വീകാര്യം അതിനെ പിടിച്ചോളൂ. ഏതാണ് നമുക്ക് സ്വീകാര്യം അതിനെ സ്വീകരിക്കാം, എന്നിട്ട് മുൻപിലേക്ക് പോകാമെന്ന് പറയാം. അതാണ് ഭഗവാനോട് അർജുനൻ ചോദിച്ചത്. അങ്ങനെയാണ്. നിങ്ങളിതെല്ലാം കൂടെ എടുത്തു വെക്കരുത്. ചിലര് നമ്മളെന്തോ അങ്ങനെയായിപ്പോയി. തിങ്കളാഴ്ച നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകും, ചൊവ്വാഴ്ച അവിടുന്ന് ഓടിയിട്ട് ഇവിടെ എത്തും. പിന്നെ എന്തൊക്കെ ഉപായങ്ങളാണെന്നറിയോ? ഈ അടുത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഈ 30 വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇവിടെ ഒരു ദിവസം ഈ ഒരാൾ വന്നു, ഒരു ഭക്തൻ വന്നിട്ട്, അപ്പൊ ഈ 9-ാം അധ്യായം അവസാനിക്കുകയും ചെയ്തു, 10-ാം അധ്യായം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞത് ഗുരുവായൂർ തൊഴുത ബലാണ്. ഇങ്ങനെയാ, അതായത് 9ഉം കേട്ടു 10ഉം കേട്ടു, അതിന്റെ ബലാണെന്ന്. അത്തരത്തിലുള്ള ഉപായങ്ങളായിട്ട് നടക്കണ്ട. കാരണം അവിടെയൊക്കെ നമ്മുടെ ഏത് മനസ്സാണെന്നറിയോ? അതും കുറച്ച് പോരട്ടെ, ഇതും കുറച്ച് പോരട്ടെ, കുറച്ച് ഗണപതിയുടെ അനുഗ്രഹം, കുറച്ച് സരസ്വതിയുടെ അനുഗ്രഹം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹനുമാൻ അങ്ങനെ നിൽക്കുന്നത്. എന്നാ ഇനി അങ്ങോട്ട് പോവാതിരിക്കണ്ട. നിങ്ങൾക്ക് തോന്നാറില്ലേ? ചിലപ്പോൾ തോന്നില്ലേ? കാരണം ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോഴേ കാണാം അടുത്തൊരു ക്ഷേത്രം. ശരിക്കും നമുക്കിങ്ങനെ നോക്കണോ നോക്കണ്ടേ എന്നുള്ളൊരിതാണ്. എങ്ങനെയാ ഇനിയിപ്പോ അവിടെ പോയ സമയം എത്രയായി?
എന്നാ ശരി ഒന്ന് കയറാം. അപ്പോഴാണ് അവിടെ ചെണ്ട അങ്ങനെ എന്താ പറയാ അങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. തിരുമേനി പറഞ്ഞു ഏതായാലും നട തുറന്നിട്ട് പോവാം. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു ചെറിയ കുട്ടിച്ചാത്തനുണ്ടാവും, അവിടെയും പോകണം. ഇങ്ങനെ എല്ലായിടത്തും. അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും? അതായത് നിങ്ങളൊരു കോളനിയിൽ നിങ്ങളുടെ കുറച്ച് കുടുംബക്കാരുടെ വീടുണ്ട്. അപ്പൊ അതിൽ ചേച്ചിയുടെ വീട്, ചേച്ചി അപ്പുറത്ത് അമ്മാവും താമസിക്കുന്നു, ഇപ്പുറത്ത് മരുമക്കൾ താമസിക്കുന്നു. ഇവരൊക്കെ കഴിയുന്നത് നിങ്ങളെ കാണുമ്പോൾ അവരൊക്കെ വാതിൽ അടയ്ക്കുക ചെയ്യുക. എല്ലാവരും മെല്ലെ നോക്കും പോയോ എന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ആ ഇതൊന്നും അവിടേക്കൊന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ, ഏതെങ്കിലും ഒന്നിൽ. അതുകൊണ്ട് ഗണപതി ആണെങ്കിൽ ഗണപതി ഇരിക്കട്ടെ, മൂപ്പര് തന്നെയാണ് എല്ലാറ്റിന്റെയും ആള്. സുബ്രഹ്മണ്യനാണെങ്കിൽ മതി ധാരാളം, ആരെങ്കിലും ഒരാൾ മതി എന്ന് പറയും. അതുകൊണ്ട് പലപ്പോഴും പൂജാമുറിയിൽ വലിയ തിരക്കാണ്, ബഹളമാണ് അവിടെ. ഒരുപാട് ആർക്കും ഇരിക്കാനൊന്നും സ്ഥലമില്ല. പല പൂജാമുറിയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗണപതിയൊക്കെ എന്ത് വിഷമിച്ചായിരിക്കുന്നത്. അതെ, മൂപ്പർക്ക് ഒന്നാമത് കുറച്ച് സ്ഥലം വേണ്ട ആളാ, പക്ഷെ ആരും കൊടുക്കുന്നില്ല. അയ്യപ്പൻ കയറി ഇപ്പുറത്തുനിന്ന് വേറെ ആള്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് വല്ലാതെ കഷ്ടപ്പെടുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ എന്ന് പറയും, ഉപനിഷത്തിൽ പറയുന്നുണ്ട്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മാ ഏവ അഭൂത്. ആർക്കാണോ സർവഭൂതങ്ങളെയും ആത്മാവെന്ന് ഉറപ്പുവരുന്നത്, ആ ഉറപ്പിൽ ഉപനിഷത്ത് പറയുന്നുണ്ട് തത്ര കോമോഹക്ക ശോക, ശോകമോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അപ്പൊ വിഭൂതിയെ നാം കാണേണ്ടത് ഇങ്ങനെയാണ്. ചില്ലുകൊട്ടാരത്തിലേക്ക് കയറിയ നമ്മളെ എങ്ങനെയാണോ, നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇല്ലേ? എവിടെ കണ്ണാടി കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കില്ലേ അല്ലേ? മൊത്തത്തില് അപ്പൊ നമ്മളെ ശരിയാക്കാനുള്ളതാ ലോകം. അങ്ങനെ ഭഗവാൻ ഓരോരോ സങ്കേതങ്ങൾ പറയാം. അപ്പൊ പറഞ്ഞു തുടങ്ങുമ്പം നക്ഷത്രം മുതൽ അങ്ങനെ പറയണം, എല്ലാം പറയുന്നുണ്ട്. സൂര്യനെ പറഞ്ഞു, അതിൽ വിഷ്ണു ഞാനാണ്. ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. മരുത്തുക്കളിൽ വസുക്കളിൽ മരീചി, നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാകുന്നു. ചന്ദ്രനെ കാണുന്ന സമയത്ത് നമ്മുടെ തന്നെ ഒരു പ്രതിരൂപം. ഇന്നലെ പറഞ്ഞ ആശയം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. അതായത് നമ്മൾ കേട്ട ഒരു രസകരമായിട്ടുള്ള ഒരു തമാശ കഥ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ്. ഒരാളെ എല്ലാവരും കൂടെ പരിശ്രമിച്ച് എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി വിദേശത്തേക്ക് അയച്ചു. ഇവിടെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, അങ്ങനെ ഇവരയച്ചതാ. ജോലി ഉണ്ടായിരുന്നു, നാട്ടില് ചെറിയ ജോലി ഉണ്ടായിരുന്നു. അത് ആള് വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ പറയണ്ട ജോലി. അങ്ങനെ വിദേശത്ത് പോയി 1-2 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ആള് തിരിച്ചു വരുന്നത് ഒരു രാത്രിയാണ്. നെടുമ്പാശ്ശേരിയിൽ രാത്രി വരുന്നു. രാത്രി വന്നപ്പോൾ വളരെ ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആള് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആരെയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നി. ഏതായാലും രാവിലെ ആവുമ്പം മനസ്സിലാവണമല്ലോ ഇവനെ. പക്ഷെ രാവിലെ ആയിട്ടും ആൾക്ക് ഒരു മാറ്റമില്ല. ആരോ കരിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഈ വിദേശത്തു നിന്നൊക്കെ കുറെ ആയല്ലോ നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പം അയാൾ ഒരു ചോദ്യം ചോദിച്ചു, ഇത് എങ്ങനെയാ, ഇത് തൂക്കിയിട്ടതാണോ അതോ നാച്ചുറലായിട്ട് ഇത് എങ്ങനെയാണ്? മുമ്പ് ഇദ്ദേഹത്തിന് ഇതിന്റെ മുകളിൽ കയറി അതിലെ എല്ലാ വിദ്യകളും അറിയുന്ന ഒരാളാണ്, അതിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. അപ്പൊ ആ തെങ്ങിന്റെ അടുത്ത് പോയി നിന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇത് ആരെങ്കിലും എങ്ങനെയാ ഇത് നിൽക്കുന്നത്, നാളികേരം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോ ആ തെങ്ങിന് എന്ത് തോന്നും? കുറച്ച് വിവരം തെങ്ങിന് ബുദ്ധിയുള്ളതായിട്ടൊന്ന് സങ്കല്പിക്കും. 1 കൊല്ലം മുൻപ് ഇവൻ അല്ലേ ഒരു അപരിചിതത്വം. ഇതാണത്രേ നമ്മളെ ഈ മനുഷ്യനായി പറഞ്ഞു വിടാൻ ശ്രദ്ധിക്കുക. നമ്മളെ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചുവല്ലോ, അച്ഛന്റെ ശരീരത്തിലേക്ക് പറഞ്ഞു വിട്ട കുറെ ആളുകളുണ്ട്. അതിൽ സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ജലമുണ്ട്, ആകാശമുണ്ട്, വായുവുണ്ട്. ഇവരൊക്കെ ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ പ്രയത്നിച്ചതുപോലെ അവരൊക്കെ പ്രയത്നിച്ചിട്ടുണ്ട്.
പുറത്ത് വന്നു കഴിഞ്ഞ് നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇതിനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ജീവിതമാണ് അല്ലേ? അപ്പൊ ഇവിടെ അർജുനന് ഭഗവാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ്. അതുകൊണ്ട് വിഭൂതി എന്ന് പറയുമ്പം നമുക്ക് അന്യമാകാൻ പാടില്ല ഒരിക്കലും. അതുകൊണ്ട് പണ്ട് നമ്മുടെ അമ്മൂമ്മമാര് ചന്ദ്രനെ അമ്മാവൻ എന്ന് പറഞ്ഞിട്ടാ പരിചയപ്പെടുത്തി കൊടുത്തത്. അമ്പിളി അമ്മാവൻ എന്നാ പറഞ്ഞത്. വളരെ ദൂരത്തൊന്നുമല്ല. ചന്ദ്രനിലേക്കുള്ള ദൂരത്തെ മുത്തശ്ശി ഒരിക്കലും കൊച്ചുമോനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ അവനത് വല്ലാതെ എന്താ പറയാ, ഒരിക്കലും പ്രാപ്യമായ ഒന്നല്ല. മാമൻ എന്ന് പറയുമ്പം അവന് ഏറ്റവും അടുത്ത ഒന്നാണ്. അമ്മയുടെ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ആയി വരും അല്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്പിളി മാമൻ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കൊടുക്കും. ഇതുപോലെ ഭഗവാൻ, നമുക്ക് ഭഗവാൻ അതിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് എന്തുണ്ടാവും? കുറച്ചൊരു ശ്രദ്ധയുണ്ടാവും. ഇപ്പം നമുക്കിത് കൈമോശം വന്നിരിക്കുക. ഇവരൊക്കെ നമുക്ക് അപരിചിതരാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയിൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം. ഇവിടെ നമസ്കാര യോഗ്യമല്ലാത്ത യാതൊന്നുമില്ല. ഏതും നമസ്കാരത്തിന് യോഗ്യമാണ്. കാരണം എല്ലാം പൂർണ്ണമാണ് എന്ന് പറയാം. എല്ലാം ആ വിഭൂതിയാണ്. അതുകൊണ്ട് ഈ സംസ്കാരം ഉൾക്കൊണ്ടവന് കല്ലിനെ നമിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. വൃക്ഷത്തെ നമിക്കാൻ, അഗ്നിയെ നമിക്കാൻ, പർവ്വതങ്ങളെ നമിക്കാൻ, നക്ഷത്രങ്ങളെ നമിക്കാൻ, സൂര്യനെ നമിക്കാൻ. കാരണം എന്നെ ഞാനാക്കിയതിൽ ഇവർക്കൊക്കെ അങ്ങേയറ്റത്ത് ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിന്ന്, ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ യജ്ഞത്തിൽ നിന്നാണ് നാം ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അപ്പൊ ഈ യജ്ഞത്തിൽ ഇവരുടെ സാന്നിധ്യം, അവരുടേതായിട്ടുള്ള മഹനീയമായ കർത്തവ്യം, അവര് നിലകൊണ്ടതേ എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വിഭൂതിയില് ഞാൻ എന്റെ തന്നെ പ്രതിബിംബത്തെ ഭഗവാന്റെ സഹായത്തോടു കൂടിയിട്ട് ഞാൻ കാണുകയാണ്. ഇതാണ് വിഭൂതി. അല്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ എവിടേക്കോ വെച്ചിരിക്കണു, അതും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിയേക്കരുത് എന്ന് പറയാം. അതുകൊണ്ട് സൂര്യൻ ഞാൻ തന്നെയാണ്, ചന്ദ്രനും ഞാൻ തന്നെയാണ്. എന്നിലുണ്ട്. ഇതിന്റെയൊക്കെ സ്വഭാവം എന്താണോ അത് എന്റെയും കൂടെ സ്വഭാവമാണ്. സൂര്യന് ചൂടുണ്ടെങ്കിൽ എനിക്കുമുണ്ട് ചൂട് എന്ന് പറയാം ഇല്ലേ? ചൂടനാണെന്ന് ആളുകൾ പറയും, അത് വേറെ നമ്മളെക്കുറിച്ച്. അതല്ലാതെ നമ്മുടെ ഉള്ളിലും ഒരു വൈശ്വാനരാഗ്നി, ജഡരാഗ്നി, ഒരു എല്ലാറ്റിനെയും ദഹിപ്പിക്കാൻ പോകുന്ന ഒരഗ്നി നമ്മുടെ ഉള്ളിലുമുണ്ട്. അപ്പം വിഭൂതി എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്ന സമയത്ത് നമ്മളും ഈ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇതിനോടൊരു നമ്മുടെ ഒരു സമീപനം എന്ന് പറയാം. ഇപ്പൊ നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാകുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും ഞാനല്ല എന്നല്ല, നമുക്ക് കുറച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. തുടർന്ന് വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന. വേദാനാം സാമവേദഃ അസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനഃ ച അസ്മി ഭൂതാനാം അസ്മി ചേതന. അഹം ഞാൻ വേദാനാം സാമവേദഃ അസ്മി, വേദങ്ങളിൽ ഞാൻ സാമവേദമാണ്. മൂന്നാമത്തെ വേദം ഋക് യജു സാമം. സാമം ഗാനരൂപമാർന്നതാണ്, ഗാനത്തോട് കൂടിയിട്ടുള്ളതാണ്. സാമം ഗാനപ്രിയമാണ് എന്ന് പറയാം. അതിൽ സാമഗാനമൊക്കെ ഉണ്ട്. ഭഗവാൻ പറയുന്നേ ഉള്ളൂ. മറ്റു മൂന്ന് വേദങ്ങൾ ഞാനല്ല എന്നല്ല, വേദങ്ങളിൽ ഞാൻ സാമവേദമാണ്. അതുപോലെ ദേവാനാം, ദേവന്മാരിൽ വാസവഃ അസ്മി, ഞാൻ ഇന്ദ്രനാണ്. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാകുന്നു. അതുപോലെ ഇന്ദ്രിയാണാം മനഃ അസ്മി, ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാണ്. പിന്നെയോ ഭൂതാനാം ചേതന ച അഹമസ്മി, ഭൂതങ്ങളുടെ ചേതന ഞാനാണ്. ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ ഞാനാകുന്നു. ഇത് ഭഗവാനെ അന്വേഷിക്കുന്ന ഒരു വഴിയാണ്. നമുക്ക് ഈ വഴിയിലൊക്കെ അന്വേഷിക്കാം. അന്വേഷണത്തിന് ഓരോ രീതിയുണ്ട് എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ ജീവനെ അന്വേഷിക്കുന്നവൻ ഈശ്വരാന്വേഷണം തന്നെയാണ് നടത്തുന്നത്. ഒരിക്കല് മുല്ല നസറുദ്ദീന്റെ കഴുതയെ കാണാനില്ല. അപ്പം അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, കഴുതയെ കാണുന്നില്ലല്ലോ,
ഇപ്പം പലരും പറഞ്ഞു ഇങ്ങനെ എവിടേക്കോ ആളുകളുടെ കൂടെ പോയിട്ടുണ്ടെന്നാ തോന്നുന്നത്, ആ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ടാവും, ഈ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഏതായാലും മുല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, അദ്ദേഹം ഒരു ജ്ഞാനിയും കൂടെയാണ്. ആ നിലയ്ക്ക് അവരൊക്കെ വിചാരിച്ചു അദ്ദേഹത്തെ സഹായിക്കാം. അങ്ങനെ അവരൊക്കെ പലരും നോക്കി, ആർക്കും ഇതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയാം. അവസാനം മുല്ലയ്ക്ക് തോന്നി താൻ തന്നെ അന്വേഷിക്കാം എന്ന്. അങ്ങനെ മുല്ല അന്വേഷണം തുടങ്ങി. മുല്ലയുടെ അന്വേഷണം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരുന്നു മുല്ല ഈ അന്വേഷണത്തിന് സ്വീകരിച്ചത്. മുല്ല കഴുതയെ പോലെ രണ്ട് കൈയും താഴെ നിലത്ത് കുത്തിയിട്ട് കണ്ണടച്ചുകൊണ്ട് മുല്ല നടക്കാൻ തുടങ്ങി. അനേക ദൂരം മുല്ല നടന്നു. അവസാനം മുല്ല ഒരു വലിയ കുഴിയുടെ അടുത്തെത്തി. അവിടെ നിന്ന് കണ്ണു തുറന്നു നോക്കിയപ്പം കഴുത അതിൻ്റെ ഉള്ളിലുണ്ട്. മുല്ല കഴുതയെ കണ്ടെത്തി എന്ന് പറയും. അപ്പൊ മുല്ലയ്ക്ക് കഴുതയെ കിട്ടി എന്ന് അറിഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, ഇതെങ്ങനെ മുല്ല സാധിച്ചു? അപ്പൊ മുല്ല പറഞ്ഞു, മാനുഷികമായ അന്വേഷണം ഞാൻ നടത്തി, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. പിന്നെ ഞാനൊരു കഴുതയായി. അപ്പൊ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അവിടങ്ങളിലൊക്കെ പോയി ഞാൻ. അവസാനം നോക്കിയപ്പം എവിടെയാണോ വീഴാൻ പോയത് അവിടെ നോക്കിയപ്പോ അവിടെയുണ്ട്. ഇതിലൊരു തമാശ എന്താന്ന് പറഞ്ഞാൽ, ഇതിലെ തമാശയല്ല, ഇതിലെ കാര്യം അന്വേഷണത്തിന്റെ രീതി. ഇതാണ് ഇവിടെ മുല്ല നമ്മളെ ബോധിപ്പിക്കുന്നത്. അന്വേഷണത്തിനൊരു കീഴ്മേൽ മറിഞ്ഞൊരു രീതിയുണ്ട്. നമ്മുടെ അന്വേഷണം ഇതുവരെ സ്കൂളിൽ നിന്ന് പഠിച്ച് മുൻപിലേക്ക് വന്നിട്ടുള്ള +2 +3 എന്നൊക്കെ പറയുമല്ലോ. തവളയെ പിടിച്ച് കീറുക, അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ ഇതെടുത്ത് ബുക്കിന്റെ ഇടയിൽ വെക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർച്ചിനെ മാറ്റിയിട്ട് അതിന്റെ കശേരുക്കളും മറ്റുള്ള അതിന്റെ അസ്ഥിപഞ്ജരമായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇങ്ങനെയുള്ള കീറിമുറിച്ച ഒരു പഠനമാണ്. ഇതൊരു കീഴ്മേൽ മറിഞ്ഞ അന്വേഷണമാണ് എന്ന് പറയുന്നത്. അന്വേഷണത്തിന് പല മാനങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഏത് വഴിയിലാ അപ്പൊ നമുക്ക് ആ സത്യം കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ദ്രിയാണാം മനഃ അഹമസ്മി, ഭൂതാനാം ചേതന അഹമസ്മി, വേദാനാം സാമവേദ അഹമസ്മി, ദേവാനാം വാസവ അഹമസ്മി എന്ന് പറയുമ്പം ഏതാണോ നമുക്ക് ഏതിലാണ് നമുക്ക് ഇപ്പൊ പറയുമല്ലോ ക്ലിക്കാവുക എന്ന് പറയില്ലേ, അത് ഏതിലെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഏത് വഴിയിൽ വേണമെങ്കിൽ ഇത് സംഭവിക്കാം. അപ്പൊ ഭഗവാൻ പറയുന്നു ഇതൊക്കെ ഞാനാണ്, ഇന്നത് ഞാനാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എന്തിനാണ് ഇതൊക്കെ ഞാൻ എന്ന് പറയുന്നതിനൊരു വിശദീകരണം വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനെ മുഴുവൻ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവും. അതെപ്പോഴാ മനസ്സിലാവുക? അവസാനം, ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ എന്തുകൊണ്ട് ഭഗവാൻ ഇന്നതൊക്കെ ഞാനാകുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമെന്ന് പറയാം. അന്വേഷണത്തിന് പല മാനങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഏത് വഴിയിലാ അപ്പൊ നമുക്ക് ആ സത്യം കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ദ്രിയാണാം മനഃ അഹമസ്മി, ഭൂതാനാം ചേതന അഹമസ്മി, വേദാനാം സാമവേദ അഹമസ്മി, ദേവാനാം വാസവ അഹമസ്മി എന്ന് പറയുമ്പം ഏതാണോ നമുക്ക് ഏതിലാണ് നമുക്ക് ഇപ്പൊ പറയുമല്ലോ ക്ലിക്കാവുക എന്ന് പറയില്ലേ, അത് ഏതിലെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഏത് വഴിയിൽ വേണമെങ്കിൽ ഇത് സംഭവിക്കാം. അപ്പൊ ഭഗവാൻ പറയുന്നു ഇതൊക്കെ ഞാനാണ്, ഇന്നത് ഞാനാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എന്തിനാണ് ഇതൊക്കെ ഞാൻ എന്ന് പറയുന്നതിനൊരു വിശദീകരണം വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനെ മുഴുവൻ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവും. അതെപ്പോഴാ മനസ്സിലാവുക? അവസാനം, ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ എന്തുകൊണ്ട് ഭഗവാൻ ഇന്നതൊക്കെ ഞാനാകുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമെന്ന് പറയാം. തുടർന്ന് രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിണാമഹം. രുദ്രാണാം ശങ്കരഃ ച അസ്മി
വിത്തേശഃ യക്ഷരക്ഷസാം വസൂനാം പാവകഃ ച അസ്മി മേരുഃ ശിഖരിണാം അഹം. പറയുന്നു വീണ്ടും, അഹം ഞാൻ, രുദ്രാണാം ശങ്കരഃ രുദ്രന്മാരിൽ, രുദ്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, ഏകാദശ രുദ്രന്മാരുണ്ട്, 11 രുദ്രന്മാര്. ആരൊക്കെയാണ് 11 രുദ്രന്മാര്? പേന റെഡിയാക്കിയല്ലോ ഇല്ലേ? ചിലപ്പോ എന്താണെന്നറിയോ, നമുക്ക് ഈ 11 രുദ്രന്മാരുടെ പേര് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറച്ചില്ല. ഇനി ഇത് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും അതുകൊണ്ട് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിട്ടില്ല തന്നെ. കാരണം മനസ്സങ്ങനെയാണ്. മനസ്സിന് എന്തോ ഒന്ന് പോരാ, തൃപ്തിയായില്ലല്ലോ സ്വാമി, ആ 11 ഒന്നിങ്ങോട്ട് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. എഴുതിക്കൊള്ളൂ ഓരോന്നും. ഒന്നാമത്തെ രുദ്രന്റെ പേര് അജൻ എന്നാണ്. അജൻ. ഇവരെ കുറിച്ച് ഈ അജന്റെ അച്ഛൻ ആരാന്ന് സ്വാമിയോട് ചോദിക്കരുത്. അതെ, കാരണം അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവനാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. ഏകാദശ രുദ്രന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വയ്ക്കാമല്ലോ. 1 അജൻ, 2 ഏകപാദൻ, അതുപോലെ അഹിർബുദ്ധ്നിയൻ, 3ാമത്തെ ആള് അഹിർബുദ്ധ്നിയൻ. കുട്ടികൾക്ക് നല്ല പേരാണ്, ഇടാൻ പറ്റിയ പേരാണ് അഹിർബുദ്ധ്നിയൻ. കാരണം പോലീസ് പിടിച്ചാൽ അവർ ചാർജ് ചെയ്യില്ല എന്ന് പറയും, പെട്ടെന്ന് വിട്ടേ. അഹിർബുദ്ധ്നിയൻ. ത്വഷ്ട, രുദ്രൻ, ഹരൻ, ശംഭു, ത്രയംബകൻ, അപരാജിതൻ, ഈശാനൻ, ത്രിഭുവനൻ. ഇതാണ് ഏകാദശ രുദ്രന്മാര്. ഈ ഏകാദശ രുദ്രന്മാരിൽ അഹം ശങ്കരഃ ഞാൻ ശങ്കരനാണ്. ശം കരോതി ഇത് ശങ്കരഃ മംഗളത്തെ ചെയ്യുന്നത്, പ്രദാനം ചെയ്യുന്നവൻ എന്ന് പറയാം. യക്ഷരക്ഷസാം യക്ഷരക്ഷസുകളിൽ, യക്ഷി ഇല്ലേ, ഇന്നിപ്പോ യക്ഷികളുടെ കഥയാണല്ലോ അല്ലേ. യക്ഷി എന്ന് പറഞ്ഞാല് സുന്ദരി എന്നാണ്, വിശ്വസുന്ദരിയാണ് യക്ഷി. യക്ഷൻ എന്ന് പറഞ്ഞാൽ വിശ്വസുന്ദരൻ, മിസ് യൂണിവേഴ്സ് ആണ് യക്ഷി എന്ന് പറഞ്ഞാൽ, ഏറ്റവും സൗന്ദര്യമാർന്നത് എന്ന് യക്ഷി. അപ്പൊ യക്ഷരക്ഷസാം യക്ഷരക്ഷസുകളിൽ വിത്തേശഃ, അതുപോലെ കുബേരൻ. കുബേരൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാശുകാരനാണ് അവരുടെ കൂട്ടത്തില് കുബേരൻ. ബദ്രിനാരായണന്റെ നരനാരായണ പർവ്വതത്തിന്റെ നേരെ മുൻപിലാണ് കുബേരപർവ്വതം. കുബേരന്റെ വാസം അവിടെയാണത്രേ. പറയുന്നു അമൂല്യമായ ലോഹങ്ങളും മറ്റു പലതും കൊണ്ടാണത്രേ കുബേരപർവ്വതം. കുബേരപർവ്വതം എന്ന് പേര് വരാൻ തന്നെ കാരണം അതാണത്രേ. അതിൽ എന്തൊക്കെയോ ലോഹങ്ങളൊക്കെ ഉണ്ടെന്ന് വിലപിടിച്ച കുബേരൻ. വസൂനാം പാവകഃ വസുക്കളിൽ ഞാൻ ആരാണ്? പാവകനാണ്. വസുക്കൾ എന്ന് പറയുമ്പം വീണ്ടും അഷ്ടവസുക്കളുണ്ട്. 8 വസുക്കൾ എഴുതാൻ വകുപ്പുണ്ട് എന്ന് പറയാം. അഷ്ടവസുക്കൾ ആരൊക്കെയാണ് അഷ്ടവസുക്കള്? ഒന്നാമത്തെ ആള് ആപൻ. ആപൻ എന്നാണ് അഷ്ടവസുവില്. ആപൻ, അതുപോലെ ധ്രുവൻ, സോമൻ, അധ്വരൻ. സോമൻ, അധ്വരൻ, അനിലൻ, പ്രത്യൂഷൻ, അനലൻ, പ്രഭാസൻ. ഇവരാണ് അഷ്ടവസുക്കള്, 8 വസുക്കള്. അതിൽ അഹം അഗ്നിഹി ഞാൻ അഗ്നിയാകുന്നു. ശിഖരിണ പർവ്വതങ്ങളിൽ, അതിപ്പോ എഴുതാൻ പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ട്, ഒരുപാടുണ്ട് എന്ന് പറയാം. പർവ്വതങ്ങളിൽ മേരുഹു ച അഹമസ്മി മേരു പർവ്വതം, മഹാമേരു ഞാനാകുന്നു. മേരു പർവ്വതം. ഇനിയും ഭഗവാൻ പർവ്വതത്തെ കുറിച്ച് പറയുന്നുണ്ട്. പർവ്വതങ്ങളിൽ ഞാൻ ഹിമാലയമാണെന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. ഏതായാലും ഭഗവാൻ തന്റെ വിഭൂതിയെ വിസ്തരിച്ച് ഞാൻ അല്പമാത്രമായി പറഞ്ഞു തരാന്നാ പറയുന്നു. നോക്കാം. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാം അഹം സ്കന്ദഃ സരസാം അസ്മി സാഗരഃ.
പുരോധസാഹ ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാം അഹം സ്കന്ദഃ സരസാം അസ്മി സാഗരഃ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, മാം പുരോധസാം, എന്നെ പുരോഹിതന്മാരിൽ മുഖ്യം ബൃഹസ്പതി, മുഖ്യനായ ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഞാൻ. ബൃഹസ്പതി ഞാനാണെന്ന് പറയാം. മുഖ്യന്മാർ, ഈ പുരോഹിതന്മാരിൽ ദേവഗുരുവാണ്, ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി എന്ന് ത്വം വിദ്ധി, നീ അറിഞ്ഞാലും. സേനാനീനാം അഹം സ്കന്ദഃ, സേനാനികളിൽ ഞാൻ സ്കന്ദനാണ്, സുബ്രഹ്മണ്യനാണ്. അപ്പൊ സുബ്രഹ്മണ്യനും കൃഷ്ണനും തമ്മിൽ വല്ല അടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു ശങ്ക വേണ്ട, നമുക്കൊരു ശങ്ക പാടില്ല. എങ്ങനെയുള്ള ശങ്ക? സുബ്രഹ്മണ്യ ക്ഷേത്ര അല്ലെ, അതിന് വിളക്ക് വെക്കുമ്പം ചന്ദനത്തിരി അതിന് വെച്ചില്ലല്ലോ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ ഫോട്ടോ വീണു, അത് കൃഷ്ണന്റെ കോപം കൊണ്ടാണ്. ഇല്ല, ഇതിലൊക്കെ മാറിക്കിട്ടണം. ഭഗവാൻ തന്നെ പറയുന്നു, അഹം സേനാനീനാം അഹം സ്കന്ദഃ, സേനാനികളിൽ ഞാൻ സ്കന്ദനാണ്, സുബ്രഹ്മണ്യനാണ്. സരസാം സാഗരഃ ച അഹമസ്മി, സരസ്സുകളിൽ ഞാൻ സാഗരമാണ്, സമുദ്രം ഞാനാകുന്നു എന്ന് പറയാം. അപ്പൊ സമുദ്രത്തെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നേണ്ടത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ മുൻപിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു സല്യൂട്ടൊക്കെ കാണിക്കാറുണ്ടല്ലോ. എത്ര എങ്ങനെയൊക്കെ ആയാലും വെറുതെയെങ്കിലും ഒന്ന് കഴുത്ത് പുറത്തിടും അല്ലേ, തല പുറത്തിട്ട് ഒന്ന്. ഈ വിഭൂതി യോഗം പഠിച്ചു കഴിഞ്ഞാൽ, ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സമുദ്രമൊക്കെ കാണുമ്പോൾ ഒന്ന് കണ്ണടക്കുക. സമുദ്രമൊക്കെ കാണാൻ വല്ല തിക്കും തിരക്കും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. എത്ര പേർക്ക് വേണമെങ്കിലും നിന്ന് തൊഴാൻ പറ്റുമെന്ന് പറയാം സമുദ്രത്തെ. ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയല്ല. സമുദ്രതീരത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് നല്ലൊരു ദീപാരാധനയുണ്ട് അവിടെ, കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ദീപാരാധന, ഉഷപൂജയുണ്ട്, അതുപോലെ വൈകുന്നേരത്തെ പൂജയുണ്ട്. അവിടുത്തെ മണിയടി, ഈ കേളികൊട്ടും എല്ലാ സംഗതിയുണ്ട്. പക്ഷെ അവിടെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു, അല്ലേ? വളരെ തിരക്ക് കുറവാണ്. പക്ഷെ അതേസമയം സ്വാമി ക്ഷേത്രങ്ങളിൽ പോണ്ട എന്നല്ല, പക്ഷെ നമുക്ക് ഇനിയും ഈ ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിലൂടെ തൊട്ട് കാണിച്ചു തരുന്ന ഈ എന്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ആലോചിക്കേണ്ടതാണ്. മുടങ്ങാതെ നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടോ? മുടങ്ങാതെ. പക്ഷെ എന്നിട്ടും നമുക്ക് കുറെ സംശയങ്ങൾ ബാക്കി നിൽക്കുക. എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു സൂര്യാസ്തമയം ശ്രദ്ധയോടുകൂടി കടപ്പുറത്തിരുന്ന് നാം അനുഭവിച്ചിട്ടുണ്ടോ? പോവും. ചിലപ്പോൾ നമ്മൾ കടപ്പുറത്ത് നിന്നാൽ ശരി പോവാം എന്ന് പറഞ്ഞ് കടപ്പുറത്ത് പോയിട്ട് അവിടെ ഇരുന്ന് ആ കടലക്കാരന്റെ അടുത്ത് കുറെ കടലയും മേടിച്ച് അവിടെ നിന്ന് സംസാരിക്കുക എന്നല്ലാതെ, പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കിയിട്ട് കണ്ടോ, എത്ര വയസ്സുണ്ടാവും, എന്നിട്ട് നടപ്പ് കണ്ടില്ലേ, ഇല്ല, ഇങ്ങനെയുള്ള കമന്റ്സ് അല്ലേ, പിന്നെ ഫോട്ടോ എടുക്കലും ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പൊ സൂര്യോദയം, അല്ലെങ്കിൽ സൂര്യാസ്തമയം അത് നാം അനുഭവിക്കുന്നുണ്ടോ? ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടോ? സൂര്യൻ താഴ്ന്നു വരുന്ന സമയത്ത് ദിവസവും ഇപ്പൊ കാണുന്നത് എന്താ സൂര്യന്റെ വലുപ്പം, ഇല്ലേ? വലുതായിട്ട് നല്ല ചൊക ആയിട്ട് കാണാം നമുക്ക്. എന്ത് സൗകര്യമായിട്ട്. ഇത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നിട്ട് കുറ്റം പറയണു, ആ തിരുമേനി അവിടെ തിരിഞ്ഞ് കളിക്കുന്നത് കണ്ടില്ലേ, അദ്ദേഹത്തിനെ കാണാനാണോ വന്നത്? അദ്ദേഹമാണ് അങ്ങനെ തിരിഞ്ഞ് ഇല്ലേ നമുക്ക് കാഴ്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. സൂര്യന്റെ കാഴ്ചയെ മറയ്ക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവിടുത്തെ ആരതി, എല്ലാം കളികളും എല്ലാവരും കൂടെ, സമുദ്രത്തിന്റെ ഓളവും ഒന്നൊന്ന് ഭാവന ചെയ്തു നോക്കൂ. ആ ക്ഷേത്രം വലിയൊരു സമഷ്ടി ദീപാരാധനയാണ് അവിടെ നടക്കുന്നത്. ഒരിക്കലെങ്കിലും ഒന്ന് നിങ്ങൾ ഇതിനെ അനുഭവിക്കൂ. ആ സമുദ്രം ഞാനാകുന്നു. പല കുട്ടികളും അതിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു പറയാം, അല്ലേ? ഒരിക്കലെങ്കിലും സമുദ്രത്തിൽ കുളിക്കണം. സമുദ്രത്തിൽ കുളിക്കുന്നതുകൊണ്ടുള്ള ഫലം എന്താ? സർവതീർത്ഥ സ്നാനഫലം. എല്ലാ തീർത്ഥങ്ങളും വന്നടിയുന്നത് അവിടെയാണ്. ഒരിക്കലെങ്കിലും അത് ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കയറ് കെട്ടിയിട്ട് കരയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അങ്ങോട്ട് എന്താ പറയാ പിടിച്ചെടുക്കാൻ പാകത്തിന് അങ്ങനെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കണം. ഒരു സമുദ്രത്തിൽ
സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമി ഉരുണ്ടതാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോയാല. ഈ ചക്രവാളം എന്നൊക്കെ പുസ്തകത്തിൽ പഠിച്ചിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ചക്രവാളം കാണണമെങ്കിൽ സമുദ്രത്തിനകത്തേക്ക് പോകണം, ഉൾക്കടലിലേക്ക് പോകണം. ഒരു യാത്ര ചെയ്യൂ, ആൻഡമാൻ നിക്കോബർ ഐലൻഡിലേക്കോ അല്ലെങ്കിൽ സമീപത്തുള്ള ലക്ഷദ്വീപിലേക്കോ ഒക്കെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. എന്തൊക്കെ യാത്ര നമ്മൾ ചെയ്യുന്നു. ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഈശ്വരന്റെ തീർത്ഥയാത്രകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്രകളിലൊക്കെ നമ്മൾ ഒരുപാട് ധനം ചെലവാക്കുന്നുണ്ട്. അവിടെയൊക്കെ എത്തുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുമുണ്ട്. റൂമെടുത്ത് എന്താ പറയാ, വാകച്ചാർത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പലതും ഇല്ല. പേഴ്സ് കാണാനില്ല, അല്ലെങ്കിൽ അത് കാണാനില്ല, ഇത് കാണാനില്ല. ഇതങ്ങനെയൊന്നും നഷ്ടപ്പെടാനില്ല, നേടാനേ ഉണ്ടാവുള്ളൂ. ഏതായാലും സമുദ്രത്തെ കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് പറയാം. എന്താണ്? ഞാനാകുന്നു അത്. സരസാം സാഗരഃ ച അഹമസ്മി. ഞാൻ സമുദ്രമാണ്. തുടർന്ന് മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. കോഴിക്കോട് നിന്ന് സ്വാമിജി വന്നിട്ടുണ്ട്, അധ്യാത്മാനന്ദജി. സ്വാമി ആവുന്നതിന് മുൻപേ നമ്മൾ സ്വാമിജിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി സ്ഥിരമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന്റെ ടൈറ്റിൽ തന്നെ സാഗര സംവാദം എന്നാണ്. സാഗര സംവാദം. ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കടൽ തീരത്തിരുത്തുക. ഒരു ഗംഭീര പരിപാടിയാണ്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ സ്വാമിജിയിൽ നിന്ന് ആ കടലിനെ സ്നേഹിക്കാൻ പഠിച്ചു തുടങ്ങി. സ്വാമിജി ഇരുന്നതും ഇവിടെ ഈ ശ്ലോകം വന്നതും നന്നായി എന്ന് പറയാം. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു തബല വായനയൊക്കെ ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം, ഒരു സൂര്യാസ്തമയ സമയത്ത് തബല വായിക്കുന്ന ഒരാളെയൊക്കെ കൊണ്ടുപോയിട്ട് തബല കൊട്ടലും ഇരുന്ന് മെഡിറ്റേഷനും ഒക്കെ വലിയൊരു അനുഭവമായിരുന്നു അത്. നമുക്ക് ഒരു ദിവസം വീട്ടിലുള്ളവരെയൊക്കെ ആയിട്ട് ഒരു ദിവസം പോയി ഒന്ന് ഇരുന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങൾ സ്വാമി വന്ന് പറയൂ, സ്വാമി മേലിൽ ഇനി ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞു തരരുതെന്ന്. അല്ല, നിങ്ങളൊന്ന് ഒരു അനുഭവം നോക്കൂ, പരിശീലിക്കൂ, ഒരു പരിശ്രമം നടത്തും. എന്നിട്ട് എല്ലാവർക്കും ബോറായിരുന്നു എങ്കിൽ നമുക്ക് പറയാം ഇത് ബോറായിരുന്നു, അല്ലെങ്കിൽ ഇനി മേലിൽ നമുക്കൊരാളോട് സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ നിർദ്ദേശം കൊടുക്കണ്ടല്ലോ. അപ്പൊ ഒരു ശ്രമം നടത്തൂ നിങ്ങൾ. ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ പഴയതുപോലെയല്ല സമുദ്രത്തെ ഇനി നിങ്ങൾ കാണുക. സമുദ്രം മാറിക്കഴിഞ്ഞു എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിലെ പഴയ സമുദ്രം മാറണം. ഇനിയൊരു പുതിയ സമുദ്രം ഉണ്ട് അവിടെ. ആ സമുദ്രം കാത്തിരിക്കുന്നു നിങ്ങളെ, നിങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ട്. എന്റെ സുഹൃത്ത് ഇതാ വന്നു, പണ്ട് ഗൾഫിൽ നിന്ന് വന്ന ആളെ പോലെയായിരുന്നു എന്ന് പറയാം. ഇപ്പൊ കാത്തിരിക്കുന്നു നിങ്ങളെ. അതുകൊണ്ടൊരു ശ്രമം നടത്തും. മഹർഷീണാം ഭൃഗുഹു അഹം ഗിരാം അസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞഃ അസ്മി സ്ഥാവരാണാം ഹിമാലയഃ. അഹം മഹർഷീണാം ഭൃഗുഹു. അഹം ഞാൻ, മഹർഷീണാം മഹർഷിമാരിൽ ഭൃഗുഹു. ഭൃഗു ഞാനാകുന്നു. മഹർഷികളിൽ ഭൃഗു ഞാനാണ് എന്ന് പറയാം, ഭൃഗു മഹർഷി. അതുപോലെ ഗിരാം എന്ന് പറഞ്ഞ വാക്കുകളിൽ ഏകമക്ഷരം, ഏകാക്ഷരം ഞാനാണ്. ഇത് ഓം പ്രണവം എന്നത് ഞാനാകുന്നു, ഏകാക്ഷരം. യജ്ഞാനാം ജപയജ്ഞഃ അഹമസ്മി. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ് ജ്ഞാനയജ്ഞം ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്നതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അതേസമയം യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു. അപ്പൊ ജപയജ്ഞം എന്നുള്ളത് നമ്മളെന്താ, ആ ഒരു ഭഗവത് പൂജ, അല്ലെങ്കിൽ അത് ഭഗവാനാണ്. ഞാൻ ജപയജ്ഞം നടത്തുന്നുവെങ്കിൽ അത് ഭഗവാനാണ് എന്ന് പറയാം, എന്നറിയാം. തുടർന്ന് സ്ഥാവരാണാം അഹം ഹിമാലയഃ. സ്ഥാവരങ്ങളിൽ ഞാൻ ഹിമാലയമാകുന്നു. സ്ഥാവരം എന്ന് പറഞ്ഞാൽ ചലിക്കാതെ നിലകൊള്ളുന്നത്. അതിൽ ഞാൻ ഹിമാലയമാണ്. ആ ഹിമാലയ ദർശനവും ഇതുപോലെയാണ്. ഈ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്ന
പ്രധാനപ്പെട്ട കാഴ്ചകൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഭാരതീയൻ എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. ഒന്ന്, സമുദ്രത്തെ എന്തായാലും കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടാവും. കരയിൽ നിന്നെങ്കിലും ശരി, ഉള്ളിലേക്ക് പോയാൽ അത്രയും നല്ലത്. ഹിമാലയം നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറയാം. അതിപ്പോ സ്വാമിയുടെ കൂടെ വരണമെന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു സമയം നോക്കിയിട്ട് ഹരിദ്വാർ മാത്രം പോയാൽ പോരാ, അവിടുന്ന് മുകളിലേക്ക് പോകണം. ഋഷികേശ്, കേദാർ, ബദരി, ഗംഗോത്രി, യമുനോത്രി, കേദാറിലേക്കൊക്കെയുള്ള നടത്തമൊക്കെ എന്ത് രസാന്നറിയോ. ഒരു ഭാഗത്ത് മന്ദാകിനി, ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എന്താ ഹിമാലയം, ഏക്കർ കണക്കിനുള്ള പർവ്വതങ്ങൾ. ആ ഹിമാലയം ഞാനാണ് എന്ന് പറയാം. ഈ ലോകത്തില് ഇത്രയും സുന്ദരമായ ഒരു പർവ്വത നിരകൾ. എന്താണ് അതിന്റെ സൗന്ദര്യം? ഹിമാലയത്തിന്റെ സൗന്ദര്യം, ഹിമാലയത്തെക്കാൾ സൗന്ദര്യമാർന്ന പർവ്വതങ്ങള് ഭൂമിയുടെ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഹിമാലയത്തിന് മാത്രം അവകാശപ്പെടാനുള്ള ചിലതുണ്ട് എന്ന് പറയാം. അതെന്താണ്? ഋഷിമാരുടെ സമ്പർക്കം എന്ന് പറയാം. വ്യാസരെ പോലുള്ള മഹാപ്രതിഭകള്, അമാനുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഋഷീശ്വരന്മാർ. അപ്പൊ നോക്കൂ, ഉത്തരകാശിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉത്തരകാശിയിൽ പോയിട്ട്, ഉത്തരകാശിയിൽ തപോവനസ്വാമികളുടെ ഹിമഗിരി വിഹാരം, നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല. നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോയ ഒരു അനുഭവം ഉണ്ടാവും, ഹിമഗിരി വിഹാരം. അപ്പൊ അതില് തപോവനസ്വാമികള് നചികേത താൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നു. നചികേത താൽ, നചികേതസ് മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലം, തപസ് ചെയ്ത സ്ഥലമാണ്. അത് കുറെ കാലമായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാ വർഷവും ഹിമാലയത്തിൽ പോകുന്ന സമയത്ത് അവിടെ പോകണമെന്ന്. അങ്ങനെ അതിന്റെ ആളോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു 10-50 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ട് ബസ് കയറി പോകും. അത് കഴിഞ്ഞിട്ടൊരു 4-5 മണിക്കൂറോളം നടക്കേണ്ടതുണ്ട് എന്ന് പറയാം ഈ നചികേത താലിലേക്ക്. ആ കാട്ടിന്റെ ഉള്ളിലൂടെയുള്ള നടപ്പാണ്. നടന്നു പോയി കഴിഞ്ഞാൽ കാണാം ഒരു കൊച്ചു മാനസ സരസ് പോലെ. അത് കണ്ടപ്പോ നമ്മൾ തീരുമാനിച്ചു, ഇതിൽ എത്ര കൊടും തണുപ്പാണെങ്കിലും അതിലിറങ്ങി കുളിച്ചിട്ടേ ഉള്ളൂ കാര്യം. വളരെ കുറച്ചു പേര് ഞങ്ങളുടെ കൂടെ വന്നു. അതിൽ ഭാഗ്യമുണ്ടായിട്ടുള്ള ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി എന്ന് പറയാം. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അത് നമ്മൾ വേറൊരു ലോകമാണ് ഹിമാലയം എന്ന് പറഞ്ഞാൽ. അപ്പം സ്ഥാവരാണാം ഹിമാലയ, ഇതൊക്കെ പറഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് വിഭൂതിയിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാമി ഒരു നിഷേധവാക്ക് പറയണമെന്ന് വിചാരിക്കരുത്. ഞാൻ അതിന്റെ പ്രകാശത്തെ വിടുന്ന സമയത്ത് ആ സൂര്യകിരണങ്ങളേറ്റ് ഈ മഞ്ഞ് മലകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിന്റെ ചില സമയത്ത് അങ്ങനെ ചുവപ്പ് സ്വർണ്ണ നിറമായിരിക്കും, ചില സമയത്ത് വേറൊരു നിറം. ഇങ്ങനെ അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഹിമാലയത്തിന്റെ ഭംഗി, രാത്രിയാവുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കാണാൻ ഒരു മനസ്സുകൊണ്ടെങ്കിലും ഭഗവാനെ ഒന്ന് പോവാൻ ഒന്ന് സാധിക്കണേ എന്നെങ്കിലും വിചാരിക്കും. ഇതേ നടപ്പില്ല, ഒരു കാലത്തും നടപ്പില്ല, അങ്ങനെ വിചാരിച്ചാൽ ഒന്നും നടക്കൂല. ആരുടെയും കൂടെ എന്ന് പറഞ്ഞാൽ തോന്നിയവരുടെ കൂടെ നല്ല സ്വാമി പറഞ്ഞു. നിങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട ആരുടെങ്കിലുമൊക്കെ കൂടെ നിങ്ങൾ കാണാൻ ശ്രമം നടത്തൂ. നല്ലൊരു കേന്ദ്രമാണ്. ഭഗവാൻ വിളിക്കുന്നു നമ്മളെ അങ്ങോട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻവിറ്റേഷനാണ്. ഇതാ എന്റെ ഇമെയിൽ ID, ഇതാ എന്റെ മൊബൈൽ നമ്പർ, ഇതൊക്കെ ഞാൻ ഇന്ന ഇടത്തേക്കൊക്കെയാണ്. ഇപ്പം ഭൃഗുവിനെ ഒന്നും കണ്ടുമുട്ടാൻ പറ്റില്ല നമുക്ക്, ദേവർഷി നാരദരെയൊന്നും നമുക്ക്, ഇതിലേതെങ്കിലും പറ്റുമോ? ഹിമാലയത്തിനൊരു ചാൻസ് ഉണ്ട് എന്ന് പറയാം. സ്ഥാവരാണാം അഹം ഹിമാലയ. ഇങ്ങനെ അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഹിമാലയത്തിന്റെ ഭംഗി, ചില സമയത്ത് അങ്ങനെ ചുവപ്പ് സ്വർണ്ണ നിറമായിരിക്കും, ചില സമയത്ത് വേറൊരു നിറം. അതൊക്കെ ഒന്ന് കാണാൻ ഒരു മനസ്സുകൊണ്ടെങ്കിലും ഭഗവാനെ ഒന്ന് പോവാൻ ഒന്ന് സാധിക്കണേ എന്നെങ്കിലും വിചാരിക്കും. തുടർന്ന് അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധ
സിദ്ധാനാം കപിലോ മുനിഃ. അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലഃ മുനിഃ. അഹം ഞാൻ സർവവൃക്ഷാണാം എല്ലാ വൃക്ഷങ്ങളിൽ വെച്ച് അഹം അശ്വത്ഥഃ ഞാൻ അരയാൽ വൃക്ഷമാകുന്നു. ഈ അരയാൽ വൃക്ഷം നമ്മുടെ ഈ സംസ്കൃതിയിൽ അരയാൽ വൃക്ഷത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് പറയാം. ഭഗവാൻ 15-ാം അധ്യായം അല്ലെങ്കിൽ മറ്റ് പലയിടത്തും ഇപ്പോ കഠോപനിഷത്തിൽ തന്നെ ഈ വൃക്ഷത്തെ പറഞ്ഞുകൊണ്ട് ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അശ്വത്ഥ വൃക്ഷത്തിന് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനം കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ? മറ്റ് വൃക്ഷങ്ങളെ പോലെയല്ല എന്ന്. എന്താണ് അശ്വത്ഥ വൃക്ഷത്തിന്റെ പ്രത്യേകത? അത് ഇപ്പം അതിനെക്കുറിച്ച് വേറെ പലതും പറയും. എന്തൊക്കെയാ പറയുന്നത്? അത് എന്താ പറയാ, ഓസോൺ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള വൃക്ഷമാണ്. അത് ഓക്സിജനെ കൂടുതൽ ഈ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്നു. പിന്നെ ഇത്യാദി പല കാര്യങ്ങളുണ്ട്. അത് ആ വഴിക്ക് പോയിക്കോട്ടെ. അതല്ലാതെ എന്താ ഈ ലാവോത്സു ശിഷ്യന്മാരോട് പറയുന്ന അശ്വത്ഥ വൃക്ഷം മറ്റു വൃക്ഷങ്ങളെയൊക്കെ എന്താ പറയാ മനുഷ്യന്മാർക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വൃക്ഷങ്ങളെയും അത് ഫർണിച്ചറായിട്ടും മറ്റു പലതിനും സാധിക്കും. ഇത് ഒരിക്കലും ചൂഷണത്തിന് വിധേയമാകാതെ നിലനിൽക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്. അതൊരു വലിയ നിലനിൽപ്പാണ്. അതാണ് ലാവോത്സു ശിഷ്യന്മാരോട് പറയുന്നത്. മറ്റു വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടിയിട്ട സമയത്ത് ഇതിനെ എന്തുകൊണ്ട് വെട്ടിയില്ല എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു ഇതിനെ ഒന്നിനും കൊള്ളില്ല എന്ന്. അത് തോന്നുമായിരിക്കും, പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള ഭാവത്തിൽ അത് നിലകൊള്ളുന്നു എന്ന് പറയാം. മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിലനിൽക്കണം. എനിക്കൊരു പ്രത്യേക മമതയുണ്ട് അശ്വത്ഥ വൃക്ഷത്തോട്. അപ്പൊ ഈ അശ്വത്ഥ വൃക്ഷത്തിന് ഇങ്ങനെയൊരു പദവി കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഈ നാട്ടിൽ ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളെപ്പോഴും ഇതിനെ ഒരു പേരിടും. എന്താ പേരിടുക എന്നറിയോ? പടുമരം എന്ന് പറയും. നമ്മൾ പടുക്കളായതുകൊണ്ടാണ് അതങ്ങനെ. നമുക്ക് വേണ്ടത്ര ബുദ്ധിയൊന്നുമില്ല എന്ന് പറയാം പല കാര്യത്തിലും. നമ്മൾ അങ്ങോട്ട് എന്നാ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയും. ഈ അമ്പലത്തിൽ ഉത്സവകാലാണല്ലോ ഇപ്പം. അപ്പൊ ഈ അമ്പലത്തില് ആരോ പറഞ്ഞു കഥകളിയാവാം, ക്ഷേത്രകലകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, കഥകളിയാവാം. ഓ ശരി ആവട്ടെ. ഏതാ കഥ? ദുര്യോധനവധം തന്നെ ആവട്ടെ. ആരാ? എന്ത് മേജർ സെറ്റ്? ആരാ? ഇവിടുത്തെ പേര് കേട്ട ആരൊക്കെയാണോ അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ അന്വേഷിച്ച് ചെന്നു. ദുര്യോധനവധം മേജർ സെറ്റ് ബുക്ക് ചെയ്യാം. എത്ര രൂപയാവും? 1,00,000 അടുത്ത് വരും എല്ലാം കൂടെ. അയ്യോ, അത് ഞങ്ങളെടുത്തില്ല. അവര് പറഞ്ഞു ഇല്ല, ഒരു 10,000 രൂപ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം വേണമെങ്കിൽ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റുമായിരിക്കാം. പറഞ്ഞു ഞങ്ങളെടുത്ത് അത്രയൊന്നുമില്ല, ഞങ്ങളെടുത്ത് എല്ലാം കൂടെ ഒരു 25,000 രൂപ ഉണ്ട്, അതങ്ങോട്ട് തരാം, അതിന് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിലെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു, കഥകളിയുടെ ആശാൻ പറഞ്ഞു, ദുര്യോധന വധമാണെങ്കിൽ ഇതിൽ കുറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കമ്മിറ്റിയിലെ ആള് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്താൽ മതി, ദുര്യോധനെ വധിക്കേണ്ട, ഒന്ന് വിരട്ടി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വധിക്കാൻ നിൽക്കുമ്പോഴല്ലേ ഇത്രയാവുന്നു, ഒന്ന് വിരട്ടി അങ്ങോട്ട് വിട്ടേക്ക്, ഞങ്ങളുണ്ട്. ഇതാണ് നമ്മെ സംബന്ധിച്ച കഥകളി ജ്ഞാനം. അപ്പൊ പൂർവികന്മാര് ചിലതിനൊക്കെ ചില സ്ഥാനങ്ങൾ നൽകിയത് നമ്മുടെയൊക്കെ ദീർഘവീക്ഷണത്തെ വളരെ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ അതിനെ ക്ഷേത്ര സമീപത്ത് പ്രതിഷ്ഠിച്ചാൽ അതിനൊരു നിലനിൽപ്പുണ്ട്. പിന്നെ അതിൽ നിന്ന് പലതും 15-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഞാൻ വൃക്ഷങ്ങളിൽ അശ്വത്ഥമാണ്, അല്ലാതെ അതിന്റെ പഴം, അതിന്റെ കായ രുചിയുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. ചില ചെറിയ അടക്കാക്കിളികളൊക്കെയാണ് അത് കഴിക്കുന്നത്. മാത്രമല്ല അതിന് ഒരുപാട് കാര്യങ്ങൾ അശ്വത്ഥ വൃക്ഷത്തിന് പറയാനുണ്ട്. ഈ വൃക്ഷങ്ങളിലെ ഏറ്റവും ചെറിയ വിത്ത് അതാണ്. അതിന്റെ വിത്തിനെയാണ്
ഉദ്ദാലകൻ എന്ന ഋഷി പുത്രനായ ശ്വേതകേതുവിനോട് എടുത്തുകൊണ്ടുവരാൻ പറയും. മോനെ എടുക്കൂ, കീറാൻ പറഞ്ഞു. എന്താ നീ കാണുന്നത്? ഞാൻ അതില് അച്ഛാ അനേകം തരിതരിതരിയായ വിത്തുകൾ കാണുന്നു. അതിലെ ഒന്നിനെ എടുക്കൂ കുട്ടാ എന്ന് പറയും. സൗമ്യ എന്ന വിളി. ഞാൻ ഒന്നിനെ എടുത്തു അച്ഛ, അതിനെ അങ്ങോട്ട് മുറിച്ചോളാൻ പറഞ്ഞു. മുറിച്ചു. എന്താ നീ കാണുന്നത്? ഞാൻ ഒന്നും കാണുന്നില്ല. ഒന്നിനെ തന്നെ കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒന്നിനെ മുറിച്ചു കഴിഞ്ഞാലോ ഒന്നും കാണാനില്ല. എന്നിട്ട് അവനോട് പറയാണ്, ഏതൊന്നാണോ നീ കാണാത്തത് അതാണ് കുട്ടാ ഈ കാണുന്ന വലിയ വൃക്ഷം. നിന്റെ നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്തതായിട്ട് എന്തോന്നുണ്ടല്ലോ, അതാണ് ഇതാ ഈ കാണുന്ന വൃക്ഷം എന്ന് പറയുമ്പം, അതായത് നീ ഏതൊരു ചെറിയ വിത്തനെയാണോ മുറിച്ചത്, നിനക്ക് കാണാൻ, നിന്റെ ഇന്ദ്രിയങ്ങൾ അതിനെ കാണാൻ ശക്തമല്ല. പക്ഷേ ഒരു വൃക്ഷ സമൂഹം, ഹെക്ടർ കണക്കിന് വൃക്ഷങ്ങളെ ഉത്പാദിപ്പിക്കാൻ പോകുന്ന ശേഷി അതിനകത്ത് അന്തർലീനമാണ് എന്ന് ഈ സത്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം ഉദ്ദാലകൻ ഈ അശ്വത്ഥ വൃക്ഷത്തിന്റെ വിത്തിനെ എടുത്തുകൊണ്ടുവന്നിട്ടാണ്. അപ്പൊ മറ്റു വിത്തുകളൊക്കെ വലുതാ. ഇതോ ഒരു തക്കാളിയുടെ വിത്ത് പോലും അതിലും ഉണ്ട് എന്ന് പറയും. കടുക് അതിലും ഉണ്ട്. കടുകിനേക്കാൾ സൂക്ഷ്മമാണ് അതിന്റെ വിത്ത്. അതിന് പിന്നെ കുറച്ചൊരു ദശയൊക്കെ ഉള്ളത് ആ വിത്ത് നിലനിൽക്കാൻ വേണ്ടി മാത്രം. അതിനെ അങ്ങോട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിനെ ശരിയായ രൂപത്തിൽ കിട്ടണമെങ്കിൽ കിളി കാഷ്ടിച്ച് അതിൽ നിന്ന് വേണം അതിനെ എടുക്കാൻ. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു രൂപം കിട്ടും. എന്നിട്ട് അതിനെ വേണം മുറിക്കാൻ. അപ്പൊ മഹാവൃക്ഷമായി നിലകൊള്ളുന്നു. അതിന്റെ ബീജമോ അങ്ങേയറ്റം സൂക്ഷ്മമാണ്. അത് ഞാനാകുന്നു. ആര്? അശ്വത്ഥ വൃക്ഷ. അശ്വത്ഥം ഞാനാണ്. ദേവർഷീണാം നാരദ. ദേവർഷികളിൽ ഞാൻ നാരദനാണ്. നാരദൻ എന്നെ അറിയിപ്പിച്ചു, എന്നിലേക്ക് ചേരാൻ ഞാൻ ആരെന്ന സത്യം സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാരദൻ. അതുകൊണ്ട് ഞാൻ നാരദനാണ്. ഗന്ധർവാണാം ചിത്രരഥ. ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥനാണ്. ചിത്രരഥമുള്ളവൻ, ചിത്രരഥൻ എന്ന് പറയാം. സിദ്ധാനാം കപില. സിദ്ധന്മാരിൽ ഞാൻ കപിലനാണ്. ഭഗവാന്റെ പുത്രൻ തന്നെ. കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിൽ ഉണ്ടായിട്ടുള്ള പുത്രൻ, അമ്മയ്ക്ക് ഈ പരമമായ സത്യത്തെ പറഞ്ഞു കൊടുക്കുന്നു കപിലൻ എന്ന് പറയും. സാഖ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിലൊക്കെ കപിലൻ അറിയപ്പെടുന്നു. കപിലഹ. കപിലൻ എന്ന മുനി അഹം, ഞാനാകുന്നു. തുടർന്ന് ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഉച്ചൈശ്രവസം അശ്വാനാം വിദ്ധി മാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വാനാം കുതിരകളുടെ കൂട്ടത്തില് അമൃതോദ്ഭവം അമൃതിനോടുകൂടി ഉദ്ഭവിച്ച, പാലാഴി കടഞ്ഞ സമയത്താണ് ഈ ഉച്ചൈശ്രവസ് എന്ന കുതിര ആ പാലാഴി മദനത്തിൽ നിന്നാണ് ആവിർഭവിച്ചത്. അപ്പോ ആ ഇന്ദ്രന്റെ കുതിരയാണ്. ഇന്ദ്രന്റെ കുതിരയായിട്ടുള്ള ഉച്ചൈശ്രവസ് ഞാനാകുന്നു. അതുപോലെ ഗജേന്ദ്രാണാം എന്ന് പറഞ്ഞ ആനകളിൽ ഐരാവതം, അതും ഇന്ദ്രന്റെ ആനയാണെന്ന് പറയാം. ഐരാവതം അഹമസ്മി, ഞാനാകുന്നു. നരാണാം മനുഷ്യന്മാരിൽ, നരന്മാരിൽ നരാധിപം. നരൻ എന്ന് പറഞ്ഞാൽ നേതൃഗുണം ഉള്ളവൻ എന്നാണ്. നരാധിപം എന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പൊ രാജാവ് ഞാനാകുന്നു. മാം വിദ്ധി, ഞാൻ എന്ന് അറിഞ്ഞാൽ. അപ്പൊ നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി ആരാണ്? ഈശ്വരനാണ് എന്ന് പറയാം. ഈശ്വര സദൃശം നമുക്ക് അദ്ദേഹത്തിനെ കാണേണ്ടതുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ രൂപവും ഭാവവും ഇതൊക്കെ നിങ്ങൾ വിട്ടേക്കും. പക്ഷെ നമ്മുടെ സംസ്കാരം അതാണ്. നമ്മുടെ സംസ്കാരം രാജാവിനെ ഈശ്വരനായി കാണുന്നതാണ്. അതുകൊണ്ട് രാജാവ്, പിന്നെന്താ, ഗുരു, അങ്ങനെ ഒരു ക്രമമുണ്ട്. ആരൊക്കെയാണ് ആ പദവിയെ അലങ്കരിക്കുന്നതെന്ന്, ഈശ്വരന്റെ പദവിയെ. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ സദ്ബുദ്ധി ഉണ്ടാവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ രാജാക്കന്മാർക്ക് അതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയാം. നമ്മൾ പറയുന്നില്ലേ, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷാഹ. ന്യായമാർഗത്തിലൂടെ ഭൂമിയെ ഭരിക്കുന്ന മഹീഷന്മാര്
ഭരണം നടത്താനുള്ള കരുത്ത് അവർക്കുണ്ടാകട്ടെ. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മളിപ്പോൾ അത് ചെയ്യാറില്ല. നമ്മുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഇവന്മാര് കള്ളന്മാരാണ്, ഒരു കാലത്തും നന്നാവില്ല നമ്മുടെ നാട്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ടാണെന്ന് പറയുന്നത്. ചിലരിങ്ങനെ പറയുന്നു, അത് സത്യമായിരിക്കാം. നമ്മൾ ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ആവശ്യമാണത്. ഉദാത്തമായ ചിന്തകൾ അവർക്കുണ്ടാകട്ടെ. ലോകത്തിന്റെ ക്ഷേമത്തിനുതകുന്ന, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ആശയങ്ങൾ, അത്തരത്തിലുള്ള എന്താ പറയുക, പുതിയ പുതിയ പ്രോജക്റ്റുകളും മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ നിരന്തരം ചിന്തിച്ചാൽ മതി, അവർക്കുണ്ടാകും എന്നാണ്. പക്ഷെ നമ്മളിങ്ങനെ നിരന്തരം തീവ്രമായിട്ട് ചിന്തിക്കുകയാണ്, ആര് ആ കസേരയിൽ ഇരുന്നാലും എന്ന്. അപ്പൊ നമ്മൾ നിരന്തരം നമ്മുടെ ചിന്ത എങ്ങനെയായി കഴിഞ്ഞാൽ അവർക്കും തോന്നുന്നു അങ്ങനെ, എല്ലാവരും ഇത് തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് രാജാവിനെ, രാജ്യം ഭരിക്കുന്ന ആ ഭരണ സംവിധാനത്തെ ആരായിട്ട് കാണണം? ഞാനായിട്ട് കാണണം. ഭഗവാനാകുന്നു. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. ആയുധാനാം അഹം വജ്രം ധേനൂനാം അസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാം അസ്മി വാസുകിഃ. അഹം ആയുധാനാം വജ്രം അസ്മി. ആയുധങ്ങളിൽ ഞാൻ വജ്രമാകുന്നു. വജ്രായുധം ഭഗവാനാണ്. ആയുധങ്ങളിൽ ഞാൻ വജ്രമാണ്. എല്ലാറ്റിലും ടോപ്പാണ് ഭഗവാൻ എന്ന് പറയാം. ആയുധങ്ങളിൽ ഞാൻ വജ്രമാകുന്നു. ധേനൂനാം, പശുക്കളിൽ കാമധുക് അഹമസ്മി. കാമധേനു, എന്ത് ചോദിച്ചാലും തരുന്ന കാമധേനു എന്ന പശു ഞാനാകുന്നു. പ്രജനഹ, പ്രജനനം എന്ന് പറഞ്ഞാൽ ഉത്പത്തിക്ക് കാരണമായിട്ടുള്ള. കന്ദർപ്പഹ അഹമസ്മി, കാമദേവൻ, ആ ഒരു കാമന, ഒരു ആഗ്രഹം, അത് ഞാനാകുന്നു. സകല ജീവജാലങ്ങളുടെയും. സർപ്പാണാം, സർപ്പങ്ങളിൽ വാസുകിഹി അഹമസ്മി, ഞാൻ വാസുകിയാകുന്നു. തുടർന്ന് അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമദ്യമാചാസ്മി യമഃ സംയമതാമഹം. അനന്തഃ ച അസ്മി നാഗാനാം വരുണഃ യാദസാം അഹം പിതॄണാം അര്യമാ ച അസ്മി യമഃ സംയമതാം അഹം. അഹം നാഗാനാം അനന്തഃ അസ്മി. അഹം ഞാൻ, നാഗാനാം നാഗങ്ങളിൽ, അനന്തഃ അസ്മി ഞാൻ ആദിശേഷനാണ്. നാഗങ്ങളിൽ ഞാൻ ആദിശേഷനാണ്, അനന്തനാണ്. അഹം യാദസാം, ഞാൻ യാദസാം എന്ന് പറഞ്ഞാൽ ജലജീവികളിൽ ഞാൻ ആരാണ്? വരുണഃ അസ്മി, ഞാൻ വരുണനാണ്. ജലജീവികളുടെ എല്ലാം രാജാവാണെന്ന് പറയാം. അഹം വരുണഃ അസ്മി. അഹം പിതൃണാം, ഞാൻ പിതൃക്കളിൽ അര്യമാ, അര്യമാവ് ഞാനാകുന്നു. സംയമത യമഃ ച അസ്മി, ദണ്ഡ നീതി ഇത്യാദി കാര്യങ്ങളിൽ ഞാൻ ആരാണ്? യമ ച അഹമസ്മി, കാലൻ എന്നത് ഞാനാകുന്നു. യമം എന്നത് ഞാനാകുന്നു. തുടർന്ന് പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. പ്രഹ്ലാദഃ ച അസ്മി ദൈത്യാനാം കാലഃ കലയതാം അഹം മൃഗാണാം ച മൃഗേന്ദ്രഃ അഹം വൈനതേയഃ ച പത്രിണാം പക്ഷിണാം എന്നുണ്ട്. അഹം ഞാൻ, ദൈത്യാനാം അസുരന്മാരിൽ പ്രഹ്ലാദനാകുന്നു. അസുരന്മാരിൽ പ്രഹ്ലാദൻ ഞാനാകുന്നു. എന്തുകൊണ്ട്? അതായത് ഈ അസുരന്മാരിൽ ആകെ പറയാൻ കൊള്ളാവുന്ന ഒരുത്തനാണ് പ്രഹ്ലാദൻ. ഭഗവാൻ ആള് ഭയങ്കരനാന്ന് പറയാം. നമ്മൾ പറയുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയാം. നോക്കണേ, മൂപ്പർക്ക് ഈ കൂട്ടത്തിൽ പറയാൻ ഒരാളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ആരോ ഒരിക്കലും
ഗീതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ വിഭൂതി യോഗത്തില് ഭഗവാൻ എല്ലാറ്റിന്റെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഭഗവാൻ എടുക്കുന്നു എന്നാണ്. ബാക്കിയുള്ള കാരണം തൊട്ട് മുൻപ് കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ട് പാമ്പുകളിൽ വാസുകിയാണ് ഞാൻ, അനന്തനാണ് ഞാൻ? അനന്തൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തലകളൊക്കെ ഉള്ളതാണ്. എന്തുകൊണ്ട് ഭഗവാൻ ഒരു നീർക്കോലിയാണെന്ന് പറഞ്ഞില്ല? കാരണം പാമ്പുകളിൽ നീർക്കോലി ഉണ്ടല്ലോ അല്ലെ. ഒന്നില്ലേ ഒരു മണ്ഡലിയാണെന്നെങ്കിലും പറഞ്ഞോട്ടെ. മണ്ഡലി പാമ്പല്ലേ? അതെ അതെ, മണ്ഡലി, നീർക്കോലി ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അങ്ങനെ പറയാമായിരുന്നുവല്ലോ. ചേര ഞാനാണ്, ആരും ഉപദ്രവിക്കാത്തതാണല്ലോ ചേര, അത് ഞാനാണെന്ന് പറഞ്ഞില്ല. ഇവിടെ വൃക്ഷങ്ങളിൽ ഇന്നതാണ് 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 എന്ന് പറയുമ്പം ഭഗവാൻ ഓരോ ഗണത്തിലും എല്ലാവർക്കും ഒരു ലക്ഷ്യത്തെ കൊടുക്കുകയാണെന്ന് പറയാം. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു മാതൃകയായിരിക്കണം. അതായത് ഒരു നാഞ്ഞൂളിന് പോലും ആരായി തീരണം എന്ന് നാഞ്ഞൂലിനോട് പറഞ്ഞു കൊടുക്കണം, അത് എഴയുന്നതാണ്. അല്ലെങ്കിൽ ഒരു നീർക്കോലിയോട് ഉപദേശിക്കുക, നീ ആയിത്തീരേണ്ടത് ആരാണ്? അനന്തനാണ്, വാസുകിയാണ് നീ ആവേണ്ടത്. നിന്റെ സകല തലകളും പുറത്തെടുക്കണം എന്ന് പറയാം. നിനക്ക് ഒരു തലയൊന്നുമില്ല, 1000 തലകളുണ്ട്. ഈ 1000 തലകളെയും നീ പുറത്തെടുത്ത് നീ സ്വമഹിമയിൽ വിരാജിക്കണം. അതുകൊണ്ട് മുഴുവൻ അസുരന്മാർക്കും ഒരു മാതൃകയാണ് പ്രഹ്ലാദൻ, മുഴുവൻ വൃക്ഷങ്ങൾക്കും മാതൃകയാണ് അശ്വത്ഥം. ഇങ്ങനെ അവര് ചോദിക്കുകയാണ് ഞങ്ങൾ ആരായി തീരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചൂണ്ടി കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോന്നിനും ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുന്നു. മുനികൾക്ക് കപിലൻ എന്തുകൊണ്ടും യോഗ്യനാന്ന് പറയാം. ഇപ്പൊ നിങ്ങളിവിടെ കപിലോപദേശം കേൾക്കും. ശേഷാൻ സ്വാമികളുടെ ഭാഗവത സപ്താഹം വരുന്നുണ്ട്. അപ്പൊ അതിൽ കേൾക്കേണ്ട വളരെ വിശേഷപ്പെട്ടതാണ് കപിലോപദേശവും. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെയാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ ഭഗവാൻ പറയുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ. അല്ലെങ്കിൽ നല്ലതിനെ സ്വീകരിക്കുക മാത്രമല്ല, ഓരോന്നിലും ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഭഗവാൻ പോകുന്നു. ഇന്നത് ഞാനാകുന്നു, ഇന്നത് ഞാനാകുന്നു. അപ്പൊ മുഴുവൻ അസുരന്മാരും പ്രഹ്ലാദനെ നോക്കുന്നുവെങ്കിൽ ഇല്ലേ, ആ കയാതുവിന്റെ സന്താനാണല്ലോ. അറിയാം നിങ്ങൾക്ക് കഥയൊക്കെ ഇല്ലേ. കുറെ കാലം പ്രസവിക്കാതെ കഴിഞ്ഞു. അപ്പൊ ഈ ചിലർക്കൊക്കെ വലിയ അത്ഭുതമാണ്. അങ്ങനെ എത്രയോ കാലം അങ്ങനെ പ്രസവിക്കാതെ കഴിയോ എന്ന് ചോദിച്ചാൽ കഴിയുന്നതാണ്. ഇന്നത്തെ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നടക്കുന്നില്ല, 3 വർഷം കഴിഞ്ഞു, പ്രസവം ഇനിയും കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തതൊക്കെ ഉണ്ട് ഇല്ലേ. കയാത് പോലും തോറ്റുപോകുന്ന അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സങ്കല്പവും ഇതുമൊക്കെ ഉണ്ട്. ആ സമയമാവുമ്പം അത്. അപ്പൊ എന്താ അതിന് കാരണം എന്നാണെങ്കിലോ, നാരദന്റെ സത്സംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു പാരമ്പര്യം തന്നെ ഈ അസുരവംശത്തിന് ഉണ്ടാക്കി എന്ന് പറയാം. അസുരന്മാർക്കൊക്കെ പറയാനൊരാളായി ഞങ്ങളുടെ പ്രഹ്ലാദൻ എന്ന്. അതുകൊണ്ട് ആ പ്രഹ്ലാദനെ കുറിച്ച് ഭഗവാന് വലിയ താല്പര്യ. അപ്പൊ പ്രഹ്ലാദൻ ഞാനാണെന്ന് പറയും. അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ്. കലയതാം എന്ന് പറഞ്ഞാൽ ഗണിക്കുന്നതിൽ അഹം കാലഹ, ഞാൻ കാലനാണ്. കാലൻ ഞാനാകുന്നു. ഭാഗവതത്തില് ഈ കഥ വരുന്നു. കാലയവനൻ അല്ലേ, കാലയവനും സ്വാമി പറഞ്ഞിട്ടുള്ള ഓർത്തോള. ഈ സമയത്ത് കാലയവനും ഭഗവാനും തമ്മിലുള്ള ഓട്ടം. ഭഗവാൻ മുൻപിലോടുന്നു, കാലയവനൻ പിറകിലോടുന്നു. ഭഗവാന്റെ പിറകിലാണ് എപ്പോഴും കാലയവനൻ. ഈ കാലൻ ഇല്ലാതെയാകുന്നത് ഉണർന്നവന്റെ മുൻപിലാണ്. ഉണർന്നവനെ പ്രാപിച്ചു കഴിഞ്ഞാൽ കാലത്തിന് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് കാലം ഭസ്മമായി പോകുന്നു. മുചുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഉണർന്നവനെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരുവൻ എങ്ങനെ ഉണരുന്നു? ഭഗവത് സാന്നിധ്യത്തിൽ ഒരുവൻ ഉണരാൻ സാധിക്കുന്നു. അല്ലാതെ ഭഗവാൻ ആരെയോ പേടിച്ചോടി എന്നൊക്കെ മനസ്സിലാക്കിയ കാര്യമൊന്നും മനസ്സിലാവും എന്ന് തോന്നുന്നില്ല. നമ്മൾ വിചാരിക്കും ഭഗവാൻ ആവട്ടെ ഓടി, എന്നിട്ട് അങ്ങോട്ട് ഊണും കഴിച്ചു എന്ന് പറഞ്ഞ് ഭാഗവതം കേൾക്കുമ്പം ഇതും കൂടെ കൂട്ടത്തിലുണ്ടായിരിക്കട്ടെ എന്ന് പറയാം. അപ്പൊ ഞാനാകുന്നു ആര്? കാലഹ, കാലം ഞാനാണ്. മൃഗങ്ങളിൽ മൃഗേന്ദ്ര, സിംഹം ഞാനാകുന്നു. അതുകൊണ്ടാണ് നരസിംഹമായിട്ട് ഭഗവാൻ വന്നത്.
സിംഹം അതൊരു രാജാവാണെന്ന് പറയാം മൃഗങ്ങളിൽ. എപ്പോഴെങ്കിലും ഒരു മൃഗശാലയിലൊക്കെ ഒന്ന് പോണേ, അടുത്ത് സ്വാമി പറയുന്ന ഒരു സ്ഥലം. എന്തിനാ അവിടെ കാണാം ഇവരെയൊക്കെ, മൃഗങ്ങളുടെ അതിന്റെ എന്താ പറയാ ഗർജനവും അതിന്റെ നിൽപ്പും നോട്ടവും ഒക്കെ അത് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ നോക്കുന്നത് പോലെയൊന്നുമല്ല. തലയൊക്കെ ഒന്ന് എടുത്ത് ഈ നോട്ടത്തിൽ തന്നെ ആരെ പിടിക്കണം എന്ന് അതിനറിയാം അല്ലേ? സിംഹവീക്ഷണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിന്റെ പുറംതിരിഞ്ഞ് അത് കുറെ നടന്നു കഴിഞ്ഞാൽ അത് ഈ ഡിസ്കവറി ചാനലിലൊക്കെ കാണാം. ഇപ്പൊ നേരിട്ട് പോയി ആനിമൽ പ്ലാനറ്റ് ഒക്കെ വെച്ചാൽ ഇടയ്ക്കും തലയ്ക്കും കാണാം. അപ്പോഴെങ്കിലും നോക്കൂ അതിന്റെ എന്താ അതിന്റെ ഒരു മഹിമയിൽ അതങ്ങനെ രാജാവായിട്ട് നിലകൊള്ളുന്നത്.